بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما നബിയെ അങ്ങേക്ക് നാം വളരെ വ്യക്തമായ വിജയം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക്, അങ്ങയിൽ നിന്ന് കഴിഞ്ഞു പോയ പാപങ്ങളും വമാ തഅഖറ വരാനിരിക്കുന്നതും അല്ലാഹു അങ്ങേക്ക് മറയിട്ട് തന്നിരിക്കുന്നു. നബിയേ വയുതിമ്മ നിഅമതഹു അലൈക്, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, വളരെ നേരായ വഴിയിലേക്കാണ് നബിയെ അങ്ങയെ അല്ലാഹു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹനീഅൻ ലക മാ അഅതാഹുല്ലാഹ്, നബിയെ അല്ലാഹു അങ്ങേക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. അല്ലാഹു അങ്ങയുടെ എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്തു തന്നു, തെറ്റുകൾ പോലും ഇല്ലാതിരിക്കെ തന്നെ. അതുമാത്രമല്ല, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അങ്ങേക്ക് അല്ലാഹു പൂർത്തിയാക്കി തന്നു. അല്ലാഹു അങ്ങേക്ക് ഫതഹ് തന്നു. ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, അതായത് ഹിജറയുടെ 6ാമത്തെ വർഷം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം മാറിയതിന്റെ പിറകെ 6ാമത്തെ കൊല്ലമാണ് ഹുദൈബിയ നടക്കുന്നത്. ആ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ഉടമ്പടികൾക്ക് നിരുപാധികം ഒപ്പുവെച്ചു കൊടുത്തു പോന്ന ആ ഒരു സന്ധി കരാറ്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോയിട്ട് ഉംറ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെയും 2000-ലേറെ വരുന്ന സ്വഹാബികളെയും തിരിച്ചയച്ചപ്പോ, ഞങ്ങൾ അടുത്ത വർഷം വരാം, എന്നാൽ നമുക്കിടയിൽ 10 വർഷത്തേക്ക് ഇനി യുദ്ധം പാടില്ല എന്ന കരാർ ഒപ്പിട്ട് വരുമ്പോ, ആ കരാറിലെ പല നിബന്ധനകളും ഖുറൈശികൾക്ക് അനുകൂലവും മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലവുമായിരുന്നു. ചരിത്രം നമുക്കറിയാവുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. സ്വഹാബികൾ പലരും വിചാരിച്ചു ഇതൊരു പരാജയമാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ശത്രുക്കളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടത്? എന്തിനാണ് അവർ പറയുന്നത് സമ്മതിക്കുന്നത്? നമുക്കൊരു യുദ്ധം ചെയ്തുകൂടെ? മക്കത്തേക്ക് നമുക്ക് ഇരച്ചു കയറിക്കൂടെ? സ്വഹാബികൾ സായുധ സന്നദ്ധര അല്ലെങ്കിൽ പോലും ഈമാനിന്റെ ബലത്തിൽ അവർക്കത് ചെയ്യാൻ കഴിയും. 1000-ലേറെ വരുന്ന ശത്രുക്കളോട് 313 സ്വഹാബികൾ പടപൊരുതിയതാണ് ബദർ. ഹുദൈബിയയിൽ 2000-ലേറെ മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് മക്കയിലേക്ക് കയറാൻ കഴിയും, തങ്ങളുടെ ഒരു ചെറിയ സമ്മതം കിട്ടിയാൽ മതി. ആ ഹബീബിന്റെ സന്ധിയിൽ ഒപ്പുവെച്ചത് ഒരു പരാജയമാണെന്ന് പലരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലാഹു ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇത് വിജയമാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, ഇത് വിജയമാണ് നബിയെ. അല്ലാഹു അങ്ങേക്ക് വലിയ വിജയം നൽകിയിരിക്കുന്നു. ആയത്തിന്റെ അർത്ഥം അതാ, അല്ലാഹു അങ്ങേക്ക് സ്പഷ്ടമായ വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. സത്യത്തിൽ ഇസ്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിക്കുന്നത് ഹുദൈബിയ സന്ധി ഒപ്പുവെച്ച ആ 2 കൊല്ലമാണ്. 10 കൊല്ലം യുദ്ധം പാടില്ലെന്ന് പറഞ്ഞെങ്കിലും 2 കൊല്ലമേ ആ കരാറ് ശരിക്കും നിലനിന്നിട്ടുള്ളൂ എന്നാണ് ചരിത്രം. അപ്പോഴേക്കും ഖുറൈശികൾ കരാറ് പൊളിച്ചു. അതിനെ തുടർന്ന് മക്ക വിജയം സംഭവിച്ചു. മറ്റു ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ആ 2 വർഷത്തിനിടയിലാണ് മുഖൗഖിസ് രാജാവിന്, ഈജിപ്തിന്റെ പാട്രിയാർക്ക്, അയാൾക്ക് നബി തങ്ങൾ കത്തെഴുതിയത്. റോമിന്റെ സീസറിന് കത്തെഴുതിയത്. അതുപോലെ തന്നെ അറേബ്യയുടെ നാനാഭാഗത്തുമുള്ള രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് നബി തങ്ങൾ കത്തെഴുതിയത്. അവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ദീനിന്റെ വെളിച്ചം കടന്നു ചെന്നത് ഒക്കെ ഈ 2 കൊല്ലത്തിനിടക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യേ പറഞ്ഞു ഇത് വിജയമാണ്, ഫതഹാൻ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഹനീഅൻ ലക മാ അഅതാകല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അങ്ങയെ ഞങ്ങൾ ആശീർവദിക്കുകയാണ് നബിയേ. ഫമാ ലനാ, ഞങ്ങൾക്ക് എന്താണ് നബിയെ ഉള്ളത്?
അങ്ങേക്ക് എല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു, അങ്ങേക്ക് അള്ളാഹു നിഅ്മത്ത് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, അങ്ങേക്ക് അള്ളാഹു ഫത്ഹ് നൽകിയിരിക്കുന്നു. ഫമാ ലനാ, ഞങ്ങൾക്ക് എന്താണ് നബിയേ? ആയത്തിന് മറുപടിയാണ് ഫനസലത്. അപ്പോഴാണ് സൂറത്തുൽ ഫത്ഹിലെ 5-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വയുകഫിറ അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അങ്ങയുടെ അള്ളാഹു നൽകിയ അങ്ങേക്കുള്ള നിഅ്മത്ത് പറഞ്ഞപ്പോ ഫമാ ലനാ, ഞങ്ങൾക്ക് എന്തുണ്ട് എന്നതിന് മറുപടി ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാഹുവിൽ വിശ്വസിച്ച ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, മനോഹരങ്ങളായ പുഴകൾ ഒഴുകുന്ന, സ്വർഗീയ നദികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക് അള്ളാഹു മുഅ്മിനീങ്ങളോട് കടന്നു ചെല്ലാൻ പറയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു അവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഖാലിദീന ഫീഹാ, ഈ വിശ്വാസികൾ എന്നും അവിടെ നിരന്തരമായി മരണമില്ലാതെ ജീവിക്കുന്നവരാണ്. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഹബീബിന് അള്ളാഹു ചെയ്ത പോലെ, ഹബീബിന് അള്ളാഹു ഈ ദുന്യാവിൽ മാ ഖബലും മാ ബഅദും, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. പാപങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരെ സ്വർഗത്തിലേക്ക് കടത്തും. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ, ഇത് അള്ളാഹുവിന്റെ അരികത്ത് ചെല്ലുമ്പോൾ ഏറ്റവും വലിയ വിജയമാണ്. പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മക്കള്, കൂട്ടുകുടുംബം, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മുഅ്മിനാത്തുകൾക്ക് റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു തആല ഇങ്ങനെ ഹബീബിന് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഇനി ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കാലോ. അങ്ങനെ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായി തങ്ങളുടെ കാലിൽ നീര് വന്നപ്പോ ചോദിച്ചല്ലോ, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് ഹബീബേ അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? കാലിൽ നീര് വന്ന് വീർക്കുമാർ അങ്ങ് എന്തിനാണ് നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന, അൽഹംദുലില്ലാ പറയുന്ന, അല്ലാഹുവിന് ശുക്ർ പറയുന്ന ഒരു അബ്ദായി ഞാൻ മാറണ്ടയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ കൂടുതൽ ഇബാദത്ത് കൊണ്ട് പരിശ്രമിക്കുകയായിരുന്നു. അല്ലാഹു എല്ലാം നിഅമത്ത് വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദൻ ശകൂറ, അല്ലാഹുവിന്റെ അടിമയായി, അല്ലാഹുവിന്റെ ഒരു അബ്ദായിട്ട് അല്ലാഹുവിലേക്ക് അടുക്ക കൂടുതൽ. നോക്കണം, ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും പുണ്യ നബി തങ്ങൾക്ക് വിചാരിച്ചൂടെ? അങ്ങനെ തങ്ങൾ വിചാരിച്ചില്ല. എന്നെ അല്ലാഹു ഇത്രയധികം ഉയർത്തിയില്ലേ, പക്ഷേ ഞാൻ അപ്പോഴും അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ആ അടിമത്വത്തിൽ ജീവിക്കുന്നതാണ് ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം. റബ്ബിന്റെ അടിമയാവുക, സമ്പത്തിന്റെ അടിമയല്ല, സിനിമയുടെ അടിമയല്ല. നമ്മൾ അടിമയാകുന്നത് അല്ലാഹുവിന്, സ്പോർട്സിന്റെയോ എന്റർടൈൻമെന്റിന്റെയോ അടിമയല്ല. നമ്മുടെ അടിമത്വം അല്ലാഹുവിനാണ്. അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. ഇസ്മത്ത് നൽകി, പാപമോചനം, പാപങ്ങൾ പുറത്തു തരാന്ന് പറയുമ്പോഴും പാപമോചനം അല്ലാഹു നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്. അശ്രദ്ധകൾക്ക് പോലും അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ട്. അശ്രദ്ധ വന്നു പോവുക, അതൊന്നും അല്ലാഹു ശിക്ഷിക്കാത്ത കാര്യമാണ്. ഇസ്തിഗ്ഫാറും മിനൽ ഗഫലാത്തി വനഹ്വിഹ. ഇബ്നു ആശൂർ തങ്ങൾ അങ്ങനെ തഫ്സീർ കൊടുത്ത്, അല്ലാഹുവിന്റെ ഹബീബിന് ഗഫലത്ത് വരാതിരിക്കുക. അല്ലാഹുവിനോട് ഒരു ദിവസം 100 തവണ അല്ലാഹുവിന്റെ ഹബീബ് പാപമോചനം ചോദിക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി, പടച്ചവനെ എൻ്റെ തെറ്റെനിക്ക് മാപ്പ് തരയണമേ. ഇതൊക്കെ ഹബീബിന്റെ തവാദുആണ്, അവിടുത്തെ വിനയമാണ്. തെറ്റ് ചെയ്തിട്ടല്ല അത്, എന്നാലും മാപ്പ് തരയണമേ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം വല്ലാത്തൊരു. ഹബീബായ തങ്ങൾ
സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ മാപ്പ് തരണമെന്ന്? ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ചോദിച്ചു, വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ചോദിച്ചു, നിങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ദേഹോപദ്രവം ചെയ്യുകയോ സാമ്പത്തിക ഇടപാട് ചെയ്യുകയോ ചെയ്ത് എനിക്ക് മാപ്പ് തന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാ പ്രതികാരം എടുത്തോളൂ എന്ന്. ആർക്കാണത് പറയാൻ കഴിയുക? 1,24,000 സ്വഹാബികൾ ഹബീബിൻ്റെ കൂടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയം നോക്കണം. 1,24,000 അംബിയാഇൻ്റെ എണ്ണം. അത്ര തന്നെയാണ് ഹബീബിൻ്റെ സ്വഹാബത്തിൻ്റെ എണ്ണം. അതിൽ 1,23,000 ആളുകൾ സ്വഹാബിമാർ അന്ന് ഹബീബിൻ്റെ കൂടെ ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കിയായ 1,000 പേർ അറേബ്യക്ക് പുറത്തുള്ളവർ വേറെ. സ്വഹാബത്തിൻ്റെ എണ്ണം അംബിയാഇൻ്റെ എണ്ണത്തോട് താരതമ്യപ്പെടുത്തുന്ന ഒരു എണ്ണമാണ് 1,24,000. ഭയങ്കര അത്ഭുതമല്ലേ? അത്രയും വലിയൊരു അനുയായി വൃന്ദങ്ങൾ അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ആ നാട് മുഴുവനുമാണ്. അത്രയും വലിയൊരു അനുയായി വൃന്ദം ഹബീബിൻ്റെ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ചോദിക്കാനുണ്ടോ? എന്നോട് ചോദിച്ചോളൂ, എന്നോട് പ്രതികാരം എടുത്തോളൂ. ഒമൻ വറബ്തുഹു, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഹാദാ ദുഹ്രി, എൻ്റെ പുറമിതാ, എന്നെ വന്ന് അടിച്ചോളൂ. സമ്പത്ത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഏതാ എൻ്റെ സമ്പത്തെന്ന് നിങ്ങൾക്ക് വേണ്ടതെടുക്കാം, നിങ്ങൾക്ക് മാപ്പ് തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാപ്പ് ചോദിച്ചൊരു നേരം ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി, അള്ളാഹുവിനോട് അങ്ങനെയാണ് ചോദിക്കുന്നത് ഞങ്ങൾ. അള്ളാഹുവേ, എൻ്റെ ഖതീഅത്തുകൾ, തെറ്റുകൾ മാപ്പ് തരയണമേ. തെറ്റുകളില്ല, പക്ഷേ അത് ഫി മഖാമി തവാദുഇൻ്റെ ഒരു സ്ഥാനമാണ്. അതാണ് അംബിയാഇന് മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരാകുന്നത് അവർ അള്ളാഹു ഉയർത്തും, അള്ളാഹു ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. തവാദുഅ് വല്ലാത്തൊരു ഗുണമാണ്. അത് അള്ളാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യർക്ക് മാത്രമുള്ള ഗുണമാണ്. ആ ഗുണമില്ലെങ്കിൽ നമ്മൾ ആ ഗുണത്തിലേക്ക് നമ്മുടെ ശരീരത്തെ പിടിച്ചു കൊണ്ടുവരണമെന്നാണ്. അള്ളാഹു നമ്മളെ മുത്തവാദിഈങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെറുതാവുക, അത്ര മതി. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെറുതാണ്. ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വാക്കുകളിലും ഇടപാടുകളിലുമൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ്. എല്ലാവരും, എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെക്കാളും ഖൈറായവരാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ഇത് ഹബീബായ തങ്ങളുടെ സ്വഭാവമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, തങ്ങൾക്ക് തെറ്റ് സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം ഓരോ മനുഷ്യനും ഖരീൻ എന്ന് പറയുന്നൊരു ശൈത്വാനുണ്ട്. നമുക്കൊക്കെ ഒരു ഖരീനുണ്ട്. എല്ലാ മനുഷ്യർക്കും ഖരീനുകളുണ്ട്. മലക്കുകളിൽ നിന്നൊരു ഖരീനുണ്ട്, ജിന്നുകളിൽ നിന്ന് ഖരീൻ. ജിന്നിൽ ഖരീൻ എന്ന് പറയുന്ന ശൈത്വാനാണ്. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഉണ്ടെന്നാണ് ഒരു ഖരീൻ. ആ ഖരീൻ നമ്മളോട് തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഖരീനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹ പറഞ്ഞത്, തങ്ങളുടെ ഖരീൻ മുസ്ലിമാണ്. നമുക്കൊക്കെ ഷൈത്താനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിന്മകളിലേക്കൊരു ഇൻക്ലിനേഷൻ നമുക്ക് വരും, സ്വാഭാവികമാണ്. പക്ഷേ തങ്ങളുടെ ഖരീൻ മുസ്ലിമാണ്. അതുകൊണ്ട് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, തങ്ങളോട് ഖൈറല്ലാതെ ഒന്നും അത് പറയില്ല. നമ്മളോട് ശർറ പറയാം നമ്മുടെ ഖരീൻ. തങ്ങളോട് തങ്ങളുടെ ഖരീന് പോലും പറയുന്നത് ഖൈറാണ്. പിന്നെ എങ്ങനെ തങ്ങൾ തെറ്റ് സംഭവിക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി ഖൈറ മിൻ ഖറജ മിൻ ഇൻദിഹാ ലൈല. ഒരു രാത്രി ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പുറത്തുപോയി. ഫഗിർതു അലൈഹി, അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം അസൂയയും തോന്നി തങ്ങളോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ അടുത്തേക്കാണോ പോയത് എന്ന തോന്നൽ കൊണ്ട് ഫഗിർതു അലൈഹി ഫജാഅ ഫറആ മാ അസ്ന. അങ്ങനെ തങ്ങൾ തിരിച്ചു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്തുള്ള ഒരു ദേഷ്യവും ആ ഒരു ഗീറത്തുമൊക്കെ തങ്ങൾ കണ്ടപ്പോ, മാലികി യാ ആയിഷതു അഗിർതി, ആയിഷ നിങ്ങൾക്ക് ഗീറത്ത് സംഭവിച്ചോ? മനസ്സിൽ ദേഷ്യം വന്നോ? നമ്മൾ മലയാളത്തിലൊക്കെ ഈറടിക്കുക എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മുടെ മലപ്പുറം ഭാഷയിൽ അത് ഗീറച്ചാണ്. ഈ ദേഷ്യപ്പെടുന്നതിനാണ് ഈ ഈറ കടിക്കാന്ന് പ്രാവശ്യം അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ഈറ കടിക്കുക എന്ന് പറഞ്ഞാൽ ഗീറച്ചാണ്. ഗീറത്ത് അസൂയ കലർന്ന ദേഷ്യത്തിനാണ് ഗീറത്ത് എന്ന് പറയാം. അഗിർതി, നിങ്ങൾക്ക് ദേഷ്യം വന്നോ? ഫഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമാ ലിയ ലാ യഗാറു മിഥ്ലി അലാ മിഥ്ലിക്. നബിയേ, എന്നെ പോലെയുള്ളൊരു പെണ്ണ് അങ്ങയെപ്പോലെയുള്ളൊരു ഭർത്താവിന്റെ വിഷയത്തിൽ ഗീറത്ത് കാണിക്കാതിരുന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ
ഫെമിനിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് അതിൽ തലവേദന എടുത്ത് നടക്കുന്ന ഒരു ബീവിക്ക് ഒരു കുഴപ്പമില്ല. ഇവർ കിടന്ന് മൂങ്ങ അവിടുന്ന്. ബീവി പറയും, എനിക്ക് അങ്ങയെ വേണം നബിയെ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എന്നെ പോലത്തെ ഒരു പെണ്ണ് അങ്ങയെപ്പോലത്തെ ഒരു ഭർത്താവിനെ നഷ്ടമാകുന്നതിൽ അല്ലെങ്കിൽ കാണാതാകുന്നതിൽ ദേഷ്യപ്പെടൂലേ? അതിലെന്ത് അത്ഭുതമുള്ളതെന്ന് ചോദിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളുടെ സാന്നിധ്യം എന്നും അവർക്ക് വേണമെന്നാഗ്രഹിച്ച മഹദിയാണിത്. ഫഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിയോട് ചോദിച്ചു, അഖദ് ജാഅകി ശൈത്വാനുകി, ആയിഷ ബീവി നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ വന്നല്ലേ എന്ന് ചോദിച്ചു. ജാഅകി ശൈത്വാനുകി, അതായത് നബി പോയത് മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്കായിരിക്കും എന്നൊക്കെ ഒരു വസ്വാസ് നിങ്ങളുടെ തലയിൽ വന്നില്ലേ? നിങ്ങളുടെ ശൈത്താന് വന്നോ? യാ റസൂലല്ലാഹി അവ മഅയ ശൈത്വാൻ, നബിയേ എൻ്റെ കൂടെ ശൈത്വാനുണ്ടോ? ഖാല നഅം, ഉണ്ട് ആയിഷ. ഖുൽതു വമഅ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യർക്കുമുണ്ടോ നബിയേ ഇങ്ങനെ ഒരു പിശാച്? ഖാല നഅം, ഉണ്ട്. ഖുൽതു വമഅക, അങ്ങയുടെ കൂടെയുമുണ്ടോ നബിയേ പിശാച്? യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കൂടെയും പിശാചുണ്ടോ? ഖാല നഅം, ഉണ്ട്. വലാകിൻ, എൻ്റെ ശൈത്വാൻ, വലാകിൻ റബ്ബി ആനനി അലൈഹി ഹത്താ അസ്ലം, എൻ്റെ പിശാച് മുസ്ലിമാണ്, എൻ്റെ പിശാചിന്റെ മേൽ അല്ലാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ധാരാളം ചെയ്യാൻ നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഇത്ര പോരാ എന്നാ തങ്ങൾ ആലോചിക്കുക. അത് ഒരു വീഴ്ചയായിട്ട് തങ്ങൾ കാണാറുണ്ട്. ഇത് ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു വീഴ്ചയല്ലേ? സുബ്ഹാനല്ലാഹ്. സമയത്തിൻ്റെ മഹത്വമാണ് അവർ. സമയം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വെറുതെ സമയം കളയുന്നതിന് പകരം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അന്ത്യനാളിലും അള്ളാഹുവിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നല്ല കാര്യം പറയാ, ഇല്ലേ മിണ്ടാണ്ടിരുന്നാൽ മതി. നല്ലത് എഴുതുക, നല്ലത് വായിക്കുക. ഇതൊന്നും കിട്ടുന്നില്ലേ, മിണ്ടാണ്ടിരിക്കുക. എന്നാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. മനുഷ്യന്റെ സമയം അനാവശ്യങ്ങൾക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം, അത് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടാണ് തങ്ങൾ കണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി, അല്ലാഹുവേ എൻ്റെ തെറ്റെനിക്ക് പുറത്തു തരേണമേ എന്ന് ഹബീബ് പറയാറുള്ളത്. ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തിന്നുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്ത് പോലും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വേവലാതി ഹബീബിനുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നമ്മൾ ഉറങ്ങണം, അത് മനുഷ്യൻ്റെ വിശ്രമത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമാണ്. ഉറങ്ങാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കണം, പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഉറങ്ങുന്ന സമയത്തും കൂടുതലും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഓക്കെ ബിസ്മി ചൊല്ലി കഴിക്കുന്നു, പക്ഷേ മറ്റു ഇബാദത്തുകളോ ദിക്റുകളോ ഒന്നും ആ സമയത്ത് ചൊല്ലാൻ കഴിയില്ല. ഉറങ്ങുമ്പോഴും പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, അള്ളാഹുവേ പടച്ചവനെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ അള്ളാഹുവേ എന്ന് റബ്ബിനോട് 100 തവണ തങ്ങൾ മാപ്പ് ചോദിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തങ്ങളെ അതൊന്നും അങ്ങ് പ്രശ്നമാക്കണ്ട, അങ്ങേക്കതെല്ലാം ഞാൻ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഇങ്ങനെ തങ്ങൾ വേവലാതിയായി തങ്ങൾ വിചാരിച്ചിരുന്ന തങ്ങളുടെ മഖാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയിരുന്ന ഇബാദത്തുകൾ അത് നഷ്ടമായല്ലോ എന്ന തങ്ങളുടെ വേദനയെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹുവിൻ്റെ ഹബീബേ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് പരിപൂർണമായി കിട്ടിയ ഒരു മഹാത്മാവാണ്. തങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു നിഅമത്ത് പൂർണ്ണമാക്കി കൊടുത്തത്. ഹബീബിന് അള്ളാഹു നൽകിയ നിഅമത്തിന്റെ ഒരു ഭാഗം ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അള്ളാഹു തആല ഹബീബിന്റെ മനസ്സിലേക്ക് സകീനത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സകീനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സമാധാനമാണ്, ആ ഒരു അനുഭൂതിയാണ്. എന്ത് വലിയ പ്രശ്നമാണെങ്കിലും തങ്ങളുടെ മനസ്സ് ശാന്തമാണ്. ചുറ്റുവട്ടങ്ങളിലും തങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകൾ 7ഓളം ചെറുപ്പക്കാർ വാള് പിടിച്ച് കാത്തിരുന്നിട്ടുണ്ട്, പക്ഷെ തങ്ങൾ പേടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാർ സൗറിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുമ്പോൾ സൗർ ഗുഹയിൽ എത്ര ദിവസമാണ് തങ്ങൾ താമസിച്ചത്?
എത്ര ദിവസം? 3 ദിവസം. ആ 3-ാമത്തെ ദിവസം ശത്രുക്കൾ വന്ന് തങ്ങളുടെ ഗുഹാമുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടിച്ചിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞു, നബിയെ അവരെങ്ങാനും നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോൾ ഹബീബായ തങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ പേടിച്ചാൽ അവിടെ മിണ്ടാൻ പാടില്ല. തങ്ങളെന്താ അല്ലാഹു സാലിസുഹുമാ, എന്താ അബൂബക്കറെ നിങ്ങൾ വിചാരിക്കണത് നമ്മൾ 2 ആളാണോ? നമ്മുടെ കൂടെ അള്ളാഹു ഇല്ലേ? 3-ാമനായി അള്ളാഹു കൂടെയുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ആ ഒരു രംഗം സൂറത്ത് തൗബയിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ, സ്വഹാബികളല്ല മുനാഫിക്കുകളാണ്, അവര് ഈ ചൂടത്ത് പോവണോ? ചൂടല്ലേ, കഷ്ടപ്പാടല്ലേ, കഴിഞ്ഞ വർഷം ഈത്തപ്പഴം കഴിച്ചിട്ടില്ല, ഇതാ ഒരു മാസം ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഹാർവസ്റ്റാണ്, ഈത്തപ്പഴം പറിക്കേണ്ട സമയമാണ്, ഈ കൊല്ലത്ത് പറിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പട്ടിണിയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇപ്പോഴേ പോവണോ എന്ന് ചിന്തിച്ച് ലാ തൻഫിറു ഫിൽ ഹർ, ഈ ചൂടത്ത് പോവണ്ട എന്ന് പറഞ്ഞപ്പോൾ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറ, നരകത്തിന്റെ ചൂട് ഇതിലും വലുതാണ് കേട്ടോ എന്നൊക്കെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ച രംഗമാണ് തബൂക്ക് തങ്ങൾ അവസാനം പോയ യുദ്ധമാണ് തബൂക്ക്. അവിടെ അല്ലാഹു ഒരു സംഭവം പറഞ്ഞു. ബിസ്മില്ലാ അഊദു ബില്ലാഹി സമീഉൽ അലീം. തൗബയാണ്, ബിസ്മി ഓതുലല്ല. അഊദു ബില്ലാഹി സമീഉൽ അലീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا إلا تنصروه എൻ്റെ റസൂലിനെ നിങ്ങളാരും സഹായിച്ചില്ല എങ്കിൽ പോലും ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങളുടെ ആരുടെയും ഒരു ഇടപെടലുമില്ലാതെ ഹബീബായ നബിയെ അല്ലാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ, അവിശ്വാസികളായ മക്കക്കാർ ഹബീബിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം, ഥാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ, ഗാർ സൗറിൽ അവർ 2 പേരും ഇരിക്കുമ്പോൾ രണ്ടാമനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, രണ്ടാമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഥാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് സിദ്ദീഖ് തങ്ങളോട് ലാ തഹ്സൻ, സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേരം നിങ്ങളറിയാതെ, നിങ്ങളുടെ ഒരു ഇടപെടലുമില്ലാതെ, നിങ്ങൾ ആർക്കും വന്നു നോക്കാൻ കഴിയാത്ത വിധം, ആരും കൂടലല്ലോ, അസ്ഹാബുകൾ മുഴുവനും മദീനത്തെത്തിയിട്ടുണ്ട്. മക്കയിൽ ആകുള്ളത് ആരാണ്? പ്രായമുള്ള രോഗികൾ, പിന്നെ അലി റളിയല്ലാഹുവിന്റെ കുട്ടിയാണ്, സിദ്ദീഖ് തങ്ങളും നബി തങ്ങളുമാണ് പിന്നെ മക്കത്തുള്ളത്. അവരാണ് ഇപ്പൊ ഈ ഗുഹയിലുള്ളത്. ഒന്ന് അനുയായികൾക്ക് ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും മക്കയിൽ ആളുകളില്ല. കാരണം ഹിജ്റയുടെ അത്ഭുതം എന്താ? സ്വഹാബികളോട് ആദ്യം പോകാൻ പറഞ്ഞു നബി തങ്ങൾ മദീനയിലേക്ക്. അതാണ് ഹിജ്റ സ്വല്ലല്ലാഹു, അത് തങ്ങളുടെ ധൈര്യമാണത്. അല്ലെങ്കിൽ എന്താ നേതാവ് പറയാം, ഇങ്ങോട്ടേക്ക് ഞാൻ പോട്ടെ എന്നല്ലേ പറയാ? നേതാവായി തങ്ങൾ പറഞ്ഞത് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളൂ മദീനയിലേക്ക്, രാത്രിക്ക് രാത്രി പുറപ്പെടുക. രാത്രികളിലാണ് അവരൊക്കെ പുറപ്പെട്ടത്. അവരൊക്കെ ഏകദേശം മദീനത്തെത്താറായപ്പോഴാ തങ്ങൾ മക്കയിൽ നിന്ന് പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഉള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ അലി തങ്ങൾ, ചെറുപ്പക്കാരനാണ് അലി റളിയല്ലാഹു, 20-23 വയസ്സായിട്ടുള്ളപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ബാക്കി ആരുമില്ല നബി തങ്ങൾക്ക് കാര്യമായ കൂട്ടിന്, സഹായത്തിനൊന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും ആളില്ല. അതാ ഖുർആൻ പറയും, നിങ്ങളാരും എൻ്റെ ഹബീബ് തബൂക്കിലേക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് വിചാരിക്കുക, എൻ്റെ ഹബീബിനെ ഞാൻ സഹായിക്കും, ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, ശത്രുക്കൾ ഹബീബിനെ തേടി വന്ന നേരത്ത്, മുത്തുനബിയെ കൊന്നുകളയുമെന്നവരെ പറഞ്ഞ നേരത്ത്, നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും പ്രതീക്ഷിക്കപ്പെടാൻ പോലും ഇല്ലാത്ത നേരത്ത് അല്ലാഹു ഹബീബിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമാധാനം അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇൻസാലു സക്കീന, ഈ സമാധാനം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് തങ്ങളത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നൊരു മജ്ലിസാണെങ്കിൽ അവിടെ നസലത്ത് അലൈഹിമുസ് സക്കീന, സമാധാനം അവിടെ വരും. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും.
വഹഫ്ഫതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരങ്ങോട്ട് പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിന്റെ അരികത്തുള്ള മലക്കുകളോട് റബ്ബ് തആല അഭിമാനം പറയും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു സദസ്സിനെ കുറിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കീനത്ത് വരുന്നൊരു മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. സക്കീനത്ത് മലക്കുകൾ കൊണ്ടുവരുന്നതാണ്, അള്ളാഹു എന്ന് വരുന്ന വലിയൊരു തൗഫീഖാണ്. അത് നബി ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിൽ, ثم أنزل الله سكينته على رسوله وعلى المؤمنين فأنزل الله سكينته على رسوله وعلى المؤمنين. സൂറത്തു തൗബയിലും സൂറത്തുൽ ഫത്ഹിലും അള്ളാഹു ഒരേപോലെ ആവർത്തിച്ച ആയത്താണിത്. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സക്കീനത്ത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശാന്തിയും സമാധാനവും ഹബീബേ അങ്ങയുടെ ഖൽബിലേക്ക് അള്ളാഹു ഇറക്കിത്തന്നു, അള്ളാഹിന്റെ റസൂൽ ഇറക്കി കൊടുത്തു. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും. തങ്ങൾ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ലേ, അപ്പൊ ആ ഒന്നിച്ച് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ തങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കാനാണ് ഫഅൻസലല്ലാഹു സകീനതുഹു അലാ റസൂലിഹി, ഹബീബായ തങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇത് ഇറക്കി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു ഹബീബിന് ചെയ്ത വലിയ വലിയ മഹത്വമാണ്. ഹബീബിന് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ മഹത്വങ്ങളിൽപ്പെട്ടത് സക്കീനത്ത് തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഗാർ തൗറിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട് എന്ന്. അത് ചിലന്തി വലയല്ല, അതവിടുത്തെ മാടപ്രാവിന്റെ കൂടല്ല. അത് കണ്ടപ്പോഴേ അവർ നോക്കാതെ പോയത് ശരിയാണ്, പക്ഷേ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു സൈന്യത്തെ എൻ്റെ ഹബീബിന് ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അവിശ്വാസികളുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും താഴെയാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്താണ് എപ്പോഴും മേലെ നിൽക്കുന്നത്. നോക്കണം, എന്തൊക്കെ ചീത്ത പറയുന്ന ആൾക്കാർ വന്നുപോയി നമ്മുടെ മലയാളത്തിൽ വരെ. ഹബീബായ തങ്ങളുടെ ഇജ്ജത്തിന് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ? അത് അവിടെ ഒരു ഓളത്തിൽ അങ്ങ് വന്നു പോകുന്നു. പക്ഷെ ഹബീബിന്റെ ആ ഒരു മഹത്വം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. അത് മുഅ്മിനീങ്ങളുടെ ഖൽബില് നിഷ്പക്ഷമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ വീക്ഷണങ്ങളിൽ, ചരിത്ര പണ്ഡിതന്മാർക്ക്, ഗവേഷകന്മാർക്ക്, വിജ്ഞാന കുതുകികൾക്ക് ഒക്കെ ഹബീബിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഊതുന്നുവോ അതനുസരിച്ച് അതിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങളിൽ പെട്ട ഒന്ന്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ കൗസർ എന്ന നദിയാണ്. അത് സ്വർഗ്ഗത്തിന്റെ നദി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ കൗസറിനെ കുറിച്ച് പറഞ്ഞത് നഹ്റുൻ നുഅ്തിയഹു നബിയുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകർ, നിങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു പുഴയാണ് കൗസർ എന്ന് പറയുന്നത്. ഷാത്വിആഹു ദുർറുൻ മുജവ്വഫ്, അതിൻ്റെ കരകൾ, ആ പുഴ ഒഴുകുന്ന കരകൾ അത് മണ്ണല്ല, അത് മണലുമല്ല. ദുർറുൻ മുജവ്വഫുൻ, ഉള്ളു കാണാൻ കഴിയുന്ന വിധമുള്ള മുത്തുകളാണ് അതിൻ്റെ ഓരങ്ങളിൽ നിൽക്കുന്നത്. ആ മുത്തുകൾക്ക് മീതെ ഒഴുകുന്ന പുഴയാണ് കൗസർ. അത് സ്വർഗത്തിന്റെ പുഴയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനിയതുഹു കഅദദിൻ നുജൂം, അതിൻ്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളം ഉണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ബില്യൺ കണക്കിനാണ്. ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങളാണ് ഈ ഉമ്മത്തിൽ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തികളായി നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കൗസർ കുടിക്കാൻ വരുന്ന അതിൻ്റെ അർത്ഥം. ഹബീബിൻ്റെ അരികത്തേക്ക് അപ്പോഴല്ലേ കപ്പ് കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നാലാൾ കൂടി ചേർന്ന് സംഘടന ഉണ്ടാക്കി നമ്മൾ മാത്രമേ സ്വർഗത്ത് പോകുന്നുള്ളൂ എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം അദദുൻ നുജൂമാണ് കൗസറിലെ കപ്പുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അദദുൻ നുജൂം, ബില്യൺ കണക്കിന് കൊപ്പകളാണ്. ഇതൊക്കെ കോരി കുടിക്കാൻ പറ്റുന്ന മുഅ്മിനീങ്ങൾ ഹബീബിൻ്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖീദകളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയവർ, അത് മനഃപൂർവ്വം ബോധിച്ചിട്ട് ഇടപെട്ട ആളുകൾ, അറിയാതെ വിട്ടുപോയവർക്കൊന്നും അതിൽ ബാധിക്കൂല.
പഴപ്പിച്ചവരെ പെടുള്ളൂ. അതിൽ പഴച്ചുപോയ ആളുകൾ നിരപരാധികളായിരിക്കും. അങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് ഹബീബിൻ്റെ ഉമ്മത്തികളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കോടിക്കണക്കിന്. അവർക്കൊക്കെ കുടിക്കാനുള്ള കോപ്പകൾ വെച്ചുകൊണ്ട് തങ്ങൾ കൗസറിൻ്റെ അരികത്ത് കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുടിക്കാൻ ആളുകൾ വരണ്ടേ? അത്രയും ഹബീബിൻ്റെ ഉമ്മത്തികൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടാവുന്നതാണ്. അള്ളാഹു ആ സുംറത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഏതൊക്കെ രീതികളിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഏതൊക്കെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവർ, ഏതെല്ലാം രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവർ, അങ്ങനെ നമുക്കറിയില്ല. അവരുടെ മസ്അലയോ അവരുടെ മദ്ഹബോ അവരുടെ ആചാരങ്ങളോ നമ്മളൊരു പക്ഷേ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിദേശങ്ങളിലും ഗൾഫിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഏറെക്കുറെ നമ്മൾ ജുമുഅക്കൊക്കെ കൂടിയാൽ കാണാൻ പറ്റും പല തരത്തിലും നിസ്കരിക്കുന്ന ആളുകൾ. അവരൊരു പക്ഷേ ഒരു മദ്ഹബിനെ പിൻപറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഹക്കായ വഴിയിലല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രൂപം കാണുമ്പോഴേക്കും അതൊന്നും സ്വർഗത്ത് കിടക്കൂല എന്ന് നമ്മൾ പറയുക. നമ്മൾ ഭയങ്കര റിജിഡാണ്. മലയാളികൾക്ക് മാത്രമുള്ളൊരു അസുഖമാണോ അതെന്ന് എനിക്കറിയില്ല. നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ചാളുകൾ മതി എന്ന് തോന്നുന്ന ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായ സ്വർഗത്തെ സംബന്ധിച്ച് അന്ന് അറാബി പറഞ്ഞില്ലേ, പൊന്നാര നബിയെ ഞാൻ നിങ്ങളും മാത്രം ഇതിൽ കയറിയാൽ മതി, വേറെ ആരും ഇതിൽ കയറേണ്ട, അള്ളാഹിനോട് കൂട്ടാൻ വേണ്ടി പറയാം വാതില്. എന്തിനാണ് അറാബി വലിയൊരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചെറുതാക്കി കളഞ്ഞത്? അവിടെ എത്രയോ ആളുകൾക്ക് വരാൻ സ്ഥലമില്ലയോ എന്ന് തിരിച്ചു ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ മൂത്രമൊഴിച്ചതിനെ തങ്ങളുടെ ഉപദേശം കേട്ട് സന്തോഷം കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞില്ലേ, ബാക്കിയുള്ളവരൊക്കെ എന്നെ അടിക്കാൻ വേണ്ടി വന്നില്ലയോ, തങ്ങളെ അങ്ങല്ലേ ആ മൂത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അങ്ങല്ലേ എനിക്ക് മാന്യമായി മറുപടി തന്നത്, എനിക്കറിയില്ലായിരുന്നു ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന്, ഞാനത് ചെയ്തു പോയി. പക്ഷേ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു, അങ്ങ് മാത്രമല്ലേ എന്നോട് കരുണയോടെ പെരുമാറിയത്, അതുകൊണ്ട് നബിയെ ഞാൻ നിങ്ങൾ മാത്രം പോയാൽ മതി സ്വർഗത്തിൽ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വേണ്ട, അവിടെ ഒരുപാട് ആളുകൾക്ക് വരാൻ സ്ഥലമുണ്ട്. ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായൊരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചുരുക്കിക്കളഞ്ഞത് എന്ന് തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം കൗസർ എന്ന പുഴ നൽകിയിരിക്കുന്നു നബിയെ. ഒരർത്ഥം അൽ കൗസർ എന്നതിന് കസീർ എന്നർത്ഥമുണ്ട്. ഒരുപാട് നിഅമത്ത് അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു നബിയെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിനോട് അങ്ങ് നന്ദി സൂചകമായിട്ട് നബിയെ അങ്ങയുടെ ശരീരം കൊണ്ടും അങ്ങയുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ശരീരത്തിന്റെ ഖിദ്മത്താണ് നിസ്കാരം. ഫസ്വല്ലി, നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കണം. ലിറബ്ബിക വൻഹർ, അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കണം, ബലിപെരുന്നാളിന്റെ ഉദ്ഹിയ്യത്ത് ചെയ്യണം. അത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്നൊരു ഇബാദത്താണ്. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ വഴി. ചിലർ നിസ്കാരം ദിക്റൊക്കെ ഭയങ്കര പക്ഷെ പൈസ ഇതിനടുത്ത് വരും ഭയങ്കര പിഷ്കന്മാരുണ്ടാവും. 5 പൈസ അള്ളാഹിന്റെ വഴിക്ക് ഒരു വഴിക്കും കൊടുക്കൂല. അത് മുഅ്മിനീങ്ങൾക്ക് പറ്റാത്തൊരു സ്വഭാവമാണെന്ന്. ഈ പൈസയാണ് എല്ലാം എന്നൊരു തോന്നൽ ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ലെന്നാണ്. കാരണം ഇതെൻ്റെ കയ്യിൽ അള്ളാഹു തന്നത് അതിൻ്റെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ആ രീതിയിലാണ് അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്, നാം കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു തന്നതാണ് എന്ന് ബോധിക്കുന്ന ആളാണ് മുഅ്മിൻ. ജോലിയുണ്ട്, കച്ചവടമുണ്ട്, അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യും പൈസ കൊണ്ട്? പൈസ ബാങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബില്യനെയർ ആവുമെന്ന് കാത്തിരിക്കുകയാണോ? ആ കിട്ടിയത് കൊടുത്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ധൂർത്ത് ചെയ്യണം എന്നല്ല, എല്ലാം കൊടുത്തു തീർക്കണം എന്നുമല്ല അതിൻ്റെ അർത്ഥം. ദാനം ചെയ്യുന്ന ശീലം ഒരു മുഅ്മിനുണ്ടാവണം, ഇബാദത്തിന്റെ ശീലവും. ഇത് രണ്ടും അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക് നൽകുന്ന ശുക്റാൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന സൂറയാണിത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, എന്താ ഷാനി എന്ന് പറഞ്ഞാൽ അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്. ഷാനി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആൾ എന്നാണ്. ഷാനി എന്നൊക്കെ പേരിടാറുണ്ടല്ലേ. ഇനി വേറെ എന്തെങ്കിലും അതിൻ്റെ ഒറിജിൻ ഉണ്ടോ എനിക്ക് അറിയില്ലേ. അറബിയിൽ ഷാനി എന്ന് പേരോടെ പറയുമ്പോൾ ഷാനി എന്ന് പറയും. ഷാനി അക, അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്, അങ്ങയോട് വെറുപ്പുള്ള ആള് എന്നാണ് ഇതിനർത്ഥം. ഷാനി അക ഹുവ അൽ അബ്തർ, അവരാണ് പ്രശസ്തി മുറിഞ്ഞു പോയവർ, അവരാണ് വാല് മുറിഞ്ഞു പോയവർ എന്നാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞ മൃഗത്തിനാണ് അബ്തർ എന്ന് പറയാം. ഒരു മൃഗത്തിന്റെ വാല് മുറിഞ്ഞാൽ അബ്തർ എന്ന് പറയും. തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞ്
മാരിയത്തുൽ ഖിബ്തിയ്യ ബീവിക്ക് തങ്ങൾ ജനിച്ച ഇബ്രാഹിം എന്ന കുഞ്ഞ്, ആ മോന് മരണപ്പെട്ടപ്പോ ഖുറൈശികൾ പറഞ്ഞു, ദേ അവസാനത്തെ ആൺകുട്ടി മരിച്ചു. ഇനിയിപ്പോ മുഹമ്മദ് നബി ഞങ്ങൾ എത്രക്ക് വലിയ ആളാണെങ്കിലും തങ്ങളുടെ ആ ഒരു ലെഗസി, പാരമ്പര്യവും തങ്ങളുടെ മഹത്വവും നിലനിർത്തി കൊണ്ടുപോരാൻ ഒരു ആൺകുട്ടി ഇല്ലല്ലോ, പെൺമക്കളല്ലേ പിന്നെ ഉള്ളൂ. അന്ന് അറബികൾ വിചാരിച്ചത് ആൺകുട്ടികൾ ഉണ്ടെങ്കിലേ വാപ്പയുടെ ആ ഒരു ഇജ്ജത്ത് നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ്. അപ്പൊ തങ്ങളുടെ ആൺകുട്ടി വഫാത്തായപ്പോ അവര് പറഞ്ഞു, ഹുവൽ അബ്തർ, നബിതങ്ങളുടെ വിഷയത്തിൽ തങ്ങൾ വാലുമുറിഞ്ഞു എന്ന പ്രയോഗം അവർ പ്രയോഗിച്ചു. എന്താണ് ഇതിനർത്ഥം? തങ്ങൾക്ക് ഇനി പ്രശസ്തിയൊന്നുമില്ല, തീർന്നു, കഴിഞ്ഞു. അള്ളാഹു പറ, ഇന്ന ശാനിഅക, നബിയെ അങ്ങയോട് ദേഷ്യപ്പെടുന്നവർ ഹുവൽ അബ്തർ, അവരാണ് വാലുമുറിഞ്ഞത്, അവരാണ് പ്രശസ്തിയും നന്മയും സൽപ്പേരും മുറിഞ്ഞു പോയവർ. അവർക്ക് സൽപ്പേരില്ല. ഇപ്പോ അങ്ങയോട് ദേഷ്യപ്പെട്ടവർ, അങ്ങയോട് വൈരാഗ്യം കാണിച്ചവർ, അങ്ങ് സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും അധികാരം വിചാരിച്ചുകൊണ്ട് അള്ളിപ്പിടിച്ചു നിന്നവർ, അവരെയൊക്കെ ചരിത്രം മറന്നുകളഞ്ഞു. ഓർക്കുകയാണെങ്കിൽ പോലും അവർ ചെയ്ത തിന്മകളുടെ അഡ്രസ്സിൽ മാത്രമേ അവർ ഓർക്കപ്പെടുന്നുള്ളൂ. എന്നാൽ അങ്ങ് ഓർക്കപ്പെടുന്നത് അങ്ങ് ആകാശഗോളങ്ങളോളം വിഹായസ്യനോളം ഉന്നതിയിലാണ് ഹബീബെ. അങ്ങയുടെ സ്ഥാനം അങ്ങയോട് ദേഷ്യപ്പെടുന്നവർക്കാണ് അല്ലാഹു തആല അബദ്ധറാക്കി കളയുന്നത്, അല്ലെങ്കിൽ അല്ലാഹു തആല അവരുടെ പേരും പെരുമയും മുറിച്ചു കളയുന്നത് അങ്ങയോട് ദേഷ്യപ്പെടുന്നവരോടാണ്. നോക്കണം, അത് ഇന്നും അങ്ങനെയാണ്. പുണ്യനബി ഞങ്ങളുടെ മേൽ എന്തെങ്കിലും മനസ്സിലാക്കാതെ നുണകൾ എഴുതി വെച്ചത്, നുണചരിത്രം എഴുതി വെച്ചത് വായിച്ചിട്ട് ഹബീബായ തങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന നമ്മുടെ നാട് ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നും പറയാൻ പറ്റൂല. അത് പറയേണ്ടവർക്കെല്ലാം പറയാമെന്നൊരു സ്വാതന്ത്ര്യം പോലെയാണ്. അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചു പറയും. ഒരിക്കലും ഒരു മതവിശ്വാസികളെയും വേദനിപ്പിക്കുന്നത് ആരും പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ലോകത്തെന്ന് പറയുന്നത് മുഴുവനും മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന വാക്കുകളെ യുക്തിവാദികൾക്കും പറയാനുള്ളൂ, അല്ലാത്തവർക്കും പറയാനുള്ളൂ. ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും ഹബീബിന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. ആ പറയുന്നവർ കുറച്ചു കാലം കഴിഞ്ഞങ്ങ് അബദ്ധറായി പോവാൻ. ചിത്രത്തിലില്ല. എത്ര ആളുകൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോയി, പിന്നെ എവിടെയാണ് അവര്, എവിടെ പോയി എന്നാ ചോദിക്കുക. ഇപ്പൊ കേൾക്കാനില്ലല്ലോ. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. അങ്ങയോട് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും അബ്തറാണ്, അവരുടെ പ്രശസ്തിയും പെരുമയും മറ്റുപോകും നബിയെ എന്ന് അള്ളാഹു ഹബീബിന് ഉറപ്പ് കൊടുത്ത സൂറയാണത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഹബീബിന്റെ കൗസറിൽ നിന്ന് വാരി കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഹബീബായ നബിയെ, അങ്ങേക്ക് നാം മഖാമും മഹ്മൂദ് നൽകാൻ പോകുന്നുണ്ട്. ഇന്നഹു ലമൻസിലത്തുൻ ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അനഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമും മഹ്മൂദിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് അല്ലാഹു ഒരേ ഒരാൾക്ക് മാത്രം നൽകുന്ന ഒരു സ്ഥാനമാണ്. അത് ഒരേ ഒരാൾക്ക് മാത്രമേ അല്ലാഹു നൽകൂ. നാളെ സ്വർഗ്ഗലോകത്ത് ആ ഒരു സ്ഥാനം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മഖാമും മഹ്മൂദിനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാമും മഹ്മൂദിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു ഹബീബിന് കൊടുക്കുന്ന ആ ഒരു അവസരത്തെ കുറിച്ചാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത്. അത്രേ, ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുസ്സാ കുല്ലു ഉമ്മത്തിൻ തത്ബഉ നബിയഹാ. ഓരോ പ്രവാചകന്മാരുടെ കൂടെയും ആ നബിമാരുടെ അനുയായികൾ ഓരം പറ്റി നിൽക്കുന്നൊരു നേരമുണ്ട്. ജനങ്ങളെല്ലാം ചിന്നിച്ചിതറി ഓടുന്ന ഒരു നേരമുണ്ട്. അവര് പറയും, യാ ഫുലാൻ ഇശ്ഫഅ. നബിയെ, പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പറയുമോ വിചാരണ തുടങ്ങാൻ? ഓരോ നബിയുടെ അടുത്തേക്കും ആളുകൾ ഓടുന്നതിനെ കുറിച്ച് ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട അംബിയ എന്റെ അടുത്ത് ഓടുന്ന കഥ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരൊക്കെ എന്താ മറുപടി പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ കാണുന്നവരോട് മുഴുവനും പറയും അത്ര ആളുകൾ, ഒന്ന് അല്ലാഹുവിനോട് പറയും. ഇങ്ങനെ ഈ വെയിലത്ത് ഈ ചൂടത്ത് നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ വേണ്ടി ഒന്നാരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? ആരെങ്കിലും ഒന്ന് പറയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്കാണ് അവസാനമായി ആ റിക്വസ്റ്റ് വന്നെത്തുന്നത്. നബിയെ, അങ്ങ് അള്ളാഹുവിനോട് പറയണം. ആ സമയത്താണ് നബി തങ്ങൾ സുജൂദിൽ വീഴുന്നതും
അള്ളാഹുവിന്റെ ഹംദുകൾ ഇതുവരെ ഒരാൾക്കും അറിഞ്ഞിട്ടില്ലാത്തത്, ഒരാളും ലോകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഹംദിന്റെ വാക്കുകൾ നബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ആ വാക്കുകൾ വെച്ച് ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശക്ക് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മുഹമ്മദ് ഹബീബേ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അങ്ങ് ശുപാർശ ചെയ്തോളൂ, ആ ശുപാർശ ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് തല ഉയർത്താൻ പറയുന്ന ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിനെ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ചതിന്റെ ഇത്മാമുൻ നിഅമത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് ഇസ്റാ മിഅ്റാജ്. അത് ഹബീബിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. سورة النجم. അല്ലമഹു ശദീദുൽ ഖുവാ. അതിശക്തിമാനായ ഒരാളാണ് ഹബീബിന് ഖുർആൻ പഠിപ്പിച്ചത്, ഹബീബിന് ഇൽമ പഠിപ്പിച്ചത്. ഷദീദുൽ ഖുവാ എന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഉപയോഗിച്ച പ്രയോഗമാണത്രേ. ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ നഫ്സോടുകൂടെ റബ്ബിന്റെ ഹദറത്തിലേക്ക് അടുത്തു നിന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങളാണിത്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ആകാശ ലോകങ്ങൾക്കപ്പുറം അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു മഖാമിൽ അല്ലാഹുവിന്റെ സാമീപ്യം അറിഞ്ഞ നബിതങ്ങൾ ആ സമയത്ത് അല്ലാഹു ഒരുപാട് വഹി ഹബീബിന് കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത ഇൽമുകൾ ഹബീബിന് അല്ലാഹു കൊടുത്തു. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. അവിടുന്ന് കണ്ടു എന്ന് പറയുന്നതിൽ നിങ്ങൾ സംശയിക്കുകയാണോ? അവിടുത്തെ പരിശുദ്ധമായ ഹൃദയം ഉൾക്കൊണ്ടത് മുഴുവൻ സത്യമായിരുന്നു. ലഖദ് റആഹു നസ്ലതൻ ഉഖറാ. ഒരിക്കലൂടെ കണ്ടിട്ടുണ്ട് നിബിതങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണതെങ്കിൽ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. ജന്നത്തുൽ മഅവാ എന്ന സ്വർഗ്ഗത്തിന്റെ അരികത്തുള്ള സിദ്റത്തുൽ മുൻതഹായുടെ അരികത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗാ. ഹബീബിന്റെ കണ്ണുകൾ ഒരിക്കലും അലക്ഷ്യമായി പോവുകയോ ഹബീബിന്റെ കണ്ണുകൾ അസത്യമാവുകയോ അല്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്റാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കുബ്റയായ ഒരു ദൃഷ്ടാന്തം, ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം ഹബീബ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന അവസാനത്തെ ആയത്ത് അല്ലാഹുവിനെ ദർശിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ആശയമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്തുൻ നജ്ം. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതാണത്. ജിബ്രീൽ തങ്ങളെ പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരുപാട് നബിമാർ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്തത് ഈ ലോകത്തിന്റെ പരിധിയിൽ ജീവിച്ചിരിക്കെ മൂസ അലൈഹിസ്സലാം പോലും ചോദിച്ചു, റബ്ബേ നിന്നെ കാണിച്ചു. അല്ലാഹു എന്താ പറഞ്ഞത്? ലൻ തറാനി. മൂസ നബിയെ അങ്ങേക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ കഴിയൂല.
ഇവിടെ വെച്ച് കാണാൻ കഴിയും. ലൻ തറാനി, അള്ളാനെ തീരെ കാണാൻ കഴിയൂല എന്നായിരുന്നു മറുപടി എങ്കിൽ ലൻ ഉറ എന്നായിരുന്നു പറയാന്ന, എന്നെ കാണപ്പെടില്ല മൂസ നബിയെ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? പക്ഷെ അള്ളാഹുത്തിന്റെ മറുപടി, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, അവിടെ വെച്ച് കാണാൻ കഴിയുന്ന. ലൻ തറാനി, പക്ഷേ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു ഇത് കാണിച്ചു കൊടുത്തു എന്നാണ്. യാ അല്ലാഹ്, ഇത്രയും വലിയൊരു മഹത്വം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത് അമ്പിയാക്കളുടെ അന്തിമ കണ്ണിയായ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅല്ലമക മാ ലം തകുൻ തഅലം. ആർക്കും അറിഞ്ഞിട്ടില്ലാത്ത അറിവുകൾ ഹബീബേ അള്ളാഹു അങ്ങേക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. ഹബീബിന്റെ ഇൽമ്, തങ്ങളുടെ ഇൽമിനെ നമ്മൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കുമ്പോഴേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മഹ്ശറിന്റെയും ഖബറിന്റെയും നമ്മുടെ കാണാത്തൊരു ലോകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, വിശദീകരണം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രം ഒരു മുഅ്ജിസത്താണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ പോലും കാണാൻ കഴിയാത്തത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ അദാബിനെ കുറിച്ചുള്ള ആ ഒരു ബയാൻ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ യാ അല്ലാഹ് നമ്മൾ തരിച്ചു പോകും. എന്താണ് തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ, മഹ്ശറയുടെ അഹ്വാലുകളെ സംബന്ധിച്ച് ഭയാനകമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത്, ഖബറിന്റെ അദാബിനെ സംബന്ധിച്ചും നഈമിനെ കുറിച്ചും പറയുന്നത്, ഇതൊന്നും മനുഷ്യന് ആക്സസ് ഇല്ലാത്ത ലോകമാണ്. പിന്നെ ഈ ദുന്യാവിന്റെ ഇൽമുകളിൽ തങ്ങൾ വാരിക്കോരി തന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം. 40 വയസ്സ് വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാതിരുന്നത് 63 വയസ്സ്, 40 മുതൽ 63 വയസ്സിനുള്ളിൽ അള്ളാഹു വാരിക്കോരി കൊടുത്ത ഇൽമ്, ആ ഇൽമിന്റെ നഫഹാറ്റുകൾ കിട്ടിയ സ്വഹാബികൾ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമ്, സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചെടുത്തത്, അവരിൽ നിന്ന് താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീൻ, ഉലമാഅകൾ, ഫുഖഹാഅകൾ, ഇവരൊക്കെ പഠിച്ചെടുത്ത ഇൽമ് മുഴുവൻ എടുത്തു നോക്കിയാൽ അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക നോളേജ്, ഇസ്ലാമികമായ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. ലോകത്തെ എല്ലാ സയൻസും അതിൻ്റെതായ വ്യാപ്തിയുണ്ട്, അതിൻ്റെതായ വാസ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ ദീനിന്റെ ഉലൂമുകളുടെ ഒരു പ്രത്യേകത ഒരിക്കലും തീരൂല. നമുക്ക് ലൈബ്രറിയിലൊക്കെ കടന്നാൽ പിന്നെ അതിൻ്റെ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങും ഹെഡ്ലൈൻസും മാത്രം വായിച്ചാൽ തന്നെ ജീവിതം തീർന്നു പോകും. അത്രയും ദീനിന്റെ ഇൽമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ കണക്ട് ചെയ്യുന്ന എവിടെയാണ്? അതിൻ്റെ മെയിൻ സോഴ്സ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയതിനെ സ്വഹാബികൾ ഫഹ്മ് ചെയ്തത്, മനസ്സിലാക്കിയത്, അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ മനസ്സിലാക്കിയത്, അങ്ങനെ ആലിമീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, ഫുഖഹാ, അള്ളാഹുവിൻ്റെ മുത്തസവ്വിഫീങ്ങളായ ആലിമീങ്ങൾ, ഇവരൊക്കെ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമിൻ്റെ വ്യാപ്തി നമുക്കൊരിക്കലും ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഹദീത്ത് പഠിക്കുന്ന ഹദീത്ത് മാത്രം പഠിച്ചാൽ തന്നെ തീരൂല. ഖുർആൻ തഫ്സീറുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീരൂല. താരീഖിലേക്ക് ഇറങ്ങിയാൽ അത് തീരൂല. ഇങ്ങനെ അനന്തമായി കിടക്കുന്ന ഫിഖഹിന്റെ മസലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണത്. ഇതിൻ്റെ ഒക്കെ ആശ്രയം എവിടെയാ? പുണ്യ നിബിതങ്ങളുടെ വഹയാണ്. അത്രയും അതുകൊണ്ടാണ് വഅല്ലമക മാ ലം തകുൻ തഅലം. അല്ലാഹു നബിയെ അങ്ങേക്ക് ഇൽമു തന്നിരിക്കുന്നു. അത്രമേൽ അല്ലാഹു ആദരിച്ചു ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. بل متعت هؤلاء وآباءهم حتى جاءهم الحق ورسول مبين. വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ റസൂലിനാണ്. ബൽ മത്തഅത ഹഉലാഇ വആബാഅഹും, മക്കക്കാരായ ആളുകൾക്കും അവരുടെ പിതാക്കന്മാർക്കും ഒരു പ്രവാചകന്റെയോ അംബിയാഇന്റെയോ നുബുവത്തിന്റെയോ വെളിച്ചം കിട്ടാതെ കുറെ കാലം അവർ കഴിഞ്ഞു. ഹത്താ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവർക്ക് ഹഖ് വരികയുണ്ടായി. അത് വിശുദ്ധ ഖുർആൻ. വറസൂലും മുബീൻ, മുബീനായ റസൂൽ. ഖുർആനെ കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ് മുബീൻ. മുബീനായ റസൂൽ, എല്ലാം വ്യക്തമാക്കി കൊടുക്കുന്ന ഹബീബായ നബി തങ്ങൾ, എല്ലാം ഒരു അവ്യക്തതയും ബാക്കിയില്ലാതെ അഹ്സന ബയാനി ഹാദൽ ഹഖ്, ഖുർആനിനെ ഏറ്റവും ഭംഗിയായി വിശദീകരിക്കുന്നത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ മതി എന്ന് ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പിഴച്ച വിഭാഗം അവർ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിക്കും.
അവർ പറയാ ഖുർആൻ മതി, റസൂലൊന്നും വേണ്ട എന്ന് പറയും. ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അതിൽ ആയത്താണ് ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഹബീബായ നബിയെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് അങ്ങേക്ക് ഇറക്കി തന്ന ഈ ഗ്രന്ഥം. അപ്പോൾ ആ ഖുർആൻ അംഗീകരിച്ച അതിൽ തന്നെ പറയണില്ലേ നബി തങ്ങൾ പറഞ്ഞ കേൾക്കണമെന്ന്. ഖുർആൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഹബീബിനെ അംഗീകരിക്കുക. ഹദീസുകളില്ലാതെ ഖുർആനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും വലിയ അത്ഭുതം ലോകാവസാനത്തെക്കുറിച്ചും സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്പേസിനെ കുറിച്ചും ശാസ്ത്ര സംബന്ധിയായ ആയത്തുകളൊന്നും നബി തങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇപ്പം നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ 2 മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഇത്തരം ആയത്തുകളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിശദീകരിച്ചിട്ടില്ല എന്ന്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അതത് കാലഘട്ടങ്ങളിലെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നും അറിയാത്ത കാട്ടറബികളായിരുന്ന 6-ാം നൂറ്റാണ്ടുകാരായ അറാബികൾക്ക് ഈ സയൻസും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ഗാലക്സിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരാകെ ഇസ്ലാമിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്താ ഈ പറയണത്? അവർക്ക് ആകെ ഒരു ഒട്ടകത്തിൻ്റെ കയറും ഒട്ടകത്തിൻ്റെ പുല്ലും ഇറച്ചിയും മാംസവും പാലും അവർക്ക് അറിയുള്ളൂ. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ലോകത്തിൻ്റെ അതിസങ്കീർണമായ ശാസ്ത്രീയമായ നിഗൂഢതകൾ ഇത് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഹിക്മത്തില്ലാത്ത പ്രയോഗമാണത്. അതൊരിക്കലും ഖുർആൻ ചെയ്യൂല. അതുകൊണ്ട് തങ്ങളത് ടച്ച് ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, വല്ലാത്തൊരു അത്ഭുതമാണ്. സയൻസുമായി ബന്ധപ്പെട്ട ആയത്ത് മുഴുവനും ഹദീസിൽ അതിൻ്റെ വ്യാഖ്യാനം കാണൂല. തങ്ങളത് വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതത് കാലഘട്ടങ്ങളിലെ ഉലമാ അതത് കാലഘട്ടത്തിൽ ആളുകൾക്ക് അത് പഠിച്ച് വിശദീകരിച്ചു കൊടുക്കണം. അത് ഖുർആന്റെ വല്ലാത്തൊരു അത്ഭുതമാണ്. ഹബീബായ തങ്ങൾ വ്യാഖ്യാനിച്ചത് മുഴുവനും അല്ലാത്ത മറ്റു വിഷയങ്ങളാണ്. ഇഅ്ജാസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തങ്ങൾ മൗനം പാലിച്ചു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് ടച്ച് ചെയ്താൽ പ്രശ്നമാണ്. അവരുടെ ഈമാൻ അതിനെ ബാധിക്കും. അതുകൊണ്ട് തങ്ങൾ ഒന്നും ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വിശദീകരിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ഹദീസിന്റെ പഠനം ഖുർആനിന്റെ പഠനത്തോട് ചേർത്ത് വെക്കണം. ഖുർആൻ പഠിക്കുന്നത് ഹദീസിലൂടെയാണ്, അഥറിലൂടെയാണ്, ഉലമാഇന്റെ ഇസ്തിംബാത്തുകളിലൂടെയാണ്. ഇതില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഖുർആനെ വ്യാഖ്യാനിക്കാൻ എല്ലാ തരത്തിലുമുള്ള ബയാൻ ചെയ്തു തരാൻ അള്ളാഹു നിയോഗിച്ച റസൂലാണ് പുണ്യർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബയാൻ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് പോലും ഹബീബ് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഭാഷ അവർക്കത് എങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് അല്ലാഹു സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഖുൽ പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇസ്തമഅ, വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടെ ശാന്തമായി ബഹുമാനത്തോടെ ആദരവോടെ ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേട്ടു. മക്ക പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന്, നമ്മൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്ന അന്ത്യവിഷമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയുണ്ട്. മക്കയിലെ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോഴേ അവിടെ ഒരു മസ്ജിദുൽ ജിന്നുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മസ്ജിദുൽ ജിൻ. ആ മസ്ജിദുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്താണ് ജന്നത്തുൽ മുഅല്ല. അതിൻ്റെ ഇടയിലൂടെ റോഡും ബിൽഡിംഗും ഒക്കെ കാണും. അവിടെ മസ്ജിദുൽ ജിന്ന്. അവിടെയാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്ത് അവിടെ നിസ്കരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഹബീബിൻ്റെ നിസ്കാരം കേട്ടപ്പോൾ അവിടെ വന്നിരുന്നത്. ആ ഖുർആനിൻ്റെ പാരായണം അവർ കേട്ടു. അവർ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല ഈ വാക്കുകൾ, ഇത് അഭൗതികമാണ്. അങ്ങനെ ഹബീബിനോട് അവർ സംസാരിച്ചു. തങ്ങൾ അവരുമായി സംവദിച്ചു. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അവർ മുഴുവനും കലിമ ചൊല്ലി മുസ്ലിമായി. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നബിയെ, ത്വായിഫിലെ ആളുകൾ അങ്ങയെ കല്ലെറിഞ്ഞിട്ടാണ് ഓടിച്ചത് അല്ലേ? അവരങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് കേൾക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. പക്ഷേ മനുഷ്യരുടെ ഒരു സംഘം ആളുകൾ അങ്ങയെ അവഗണിച്ചാലും അങ്ങ് നിരാശപ്പെടരുത്. ആലമുൽ ജിൻ, ജിന്നുകളുടെ ലോകം അങ്ങയെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ ജിന്നുകൾ മുഴുവനും അവരുടെ ഗോത്രങ്ങളിലേക്ക് പോയത് മുൻദിരീൻ,
അവരെ താക്കീത് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. അവർ പഠിച്ചു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവർ പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മുഅല്ലിമീങ്ങളായിട്ടാണ്, അധ്യാപകരായിട്ടാണ് അവർ തിരിച്ചു പോയത് എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറയുന്നത്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന് ജിന്നുകൾ പറഞ്ഞത് നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തോളൂ എന്ന് അല്ലാഹു ഹബീബിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഖുൽ, പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ. ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കണം. അത് വെറുതെ ഒരു മനുഷ്യന്റെ വാക്കല്ല. ഒരു നോവല് ഫിക്ഷൻ വായിക്കുന്ന പോലെ ഖുർആൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതിന് നിങ്ങൾ യു ഹാവ് ടു എക്സെർട്ട് യുവർ സെൽഫ്. അതിന് നിങ്ങൾ നിങ്ങളുടേതായ സമയം കൊടുക്കണം. ഖുർആനിൻ്റെ കൂടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിരിക്കണം. ഖുർആൻ ഗിവ് ഇറ്റ്സ് ദ ഡ്യൂ റെസ്പെക്ട്സ്. ഖുർആൻ ആ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ വായിക്കണം. അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നൂറ് കിട്ടുള്ളൂ. നല്ല വായിക്കാൻ എല്ലാവർക്കും വായിക്കാൻ പറ്റും. പക്ഷെ ഖുർആനിന് നൂറ് കിട്ടണമോ ഇസ്തിമാ വേണം, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കും വേണം. അത് ഖുർആനോട് ചെയ്യേണ്ട അദബാണ്. അപ്പോഴേ ഖുർആനിന് കിട്ടുന്ന നൂറ് കിട്ടുള്ളൂ. അല്ലാതെ ഖുർആൻ്റെ പരിഭാഷ വായിച്ച എത്ര ആൾക്കാരുണ്ട്? അവരെന്താ നോക്കട്ടെ, ആ ഉദ്ദേശത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യുക അല്ല. ഇത് കോടിക്കണക്കിന് ആളുകൾ നെഞ്ചിനോട് ചേർത്ത് വെച്ചൊരു ഗ്രന്ഥമാണ്. ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർക്കൊക്കെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാൻ പറ്റുമോ? ചിന്തയും ബുദ്ധിയും സയൻസും വിദ്യാഭ്യാസവും PhD-യും എല്ലാവിധ വൈജ്ഞാനിക മേഖലകളും കയ്യെത്തിപ്പിടിച്ച വലിയ വലിയ പണ്ഡിതന്മാർ വരെ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും ഖുർആന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് അവർ പറയുന്നതും കേൾക്കുമ്പോഴേ ഇതൊക്കെ വെറുതെ ആവും. ഇത്ര ആളുകൾക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ മനുഷ്യന്മാർ പറയാ? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന കോടിക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. അതാ പറയാ, സാധാരണക്കാരെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്. സാധാരണക്കാർ പണ്ഡിതന്മാരെ പിൻപറ്റും, അങ്ങനെ പറ്റുള്ളൂ. പണ്ഡിതന്മാരെ പഠിക്കുന്ന മുഴുവൻ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർമാർ പഠിക്കുന്ന മെഡിസിൻ സാധാരണക്കാരെ പഠിക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞ് കേൾക്കുകയല്ലേ ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ ഉസ്മാനെ ചെയ്യുക? ഡോക്ടർമാരെ നമ്മൾ വിശ്വസിക്കുകയാണ്. എഞ്ചിനീയർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണ്. എഞ്ചിനീയർ പറയും ഇത്ര MM കമ്പി വേണം, ഇത്ര ഡെപ്ത് വേണം, ഇത്ര വിടുത്ത് വേണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അത് പഠിച്ച ആൾ അയാളാണ്. നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്നു, അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പഠനം നടത്തിയ ആളുകൾ, അറബി പോലും അറിയാത്ത ആൾക്കാരെ നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ. എന്നിട്ട് ഖുർആനെ സംബന്ധിച്ച് ഇങ്ങനെ യൂട്യൂബിൽ എന്താ സംഭവം എന്നറിയോ? ഇതിന് നല്ല ആൾക്കാരെ കിട്ടും കേൾക്കാനേ, കുറ്റം പറയല്ലേ. അപ്പോൾ ആകെ ഇതിന് കേൾക്കാൻ ആൾക്കത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും കുറച്ച് വ്യൂസ് കൂടും. എന്താ പറഞ്ഞ് നോക്കട്ടെ, നമ്മൾ തന്നെ അങ്ങോട്ടോടെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഭയങ്കര സംഭവം, ഇതുമ്പോൾ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പം നമ്മൾ അവർക്ക് പണിയുണ്ടാക്കി കൊടുക്കപ്പോൾ ചെയ്യണത്. എത്ര കാലം പറയാൻ തുടങ്ങി, വല്ല കാര്യമുണ്ടോ? പഠിച്ച മുഴുവൻ ആളുകളും അവരുടെ മാളം അവരുടെ പത്തി മടക്കിയിട്ട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി തിരിച്ചു വന്നതാണ് അത്ഭുതം. അതാണ് അത്ഭുതം. അതുകൊണ്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സും അവർക്ക് വ്യൂവേഴ്സും ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തിവെച്ചാൽ തന്നെ അവർ ആ പരിപാടി നിർത്തും. അങ്ങനെ വേറെ ഒരു മതത്തെ ആരെ ടച്ച് ചെയ്താലും ആരും തിരിഞ്ഞു നോക്കൂല. ആരൊന്നുമില്ലല്ലോ, ആരൊന്നും പറയാൻ പോകില്ല. നമ്മൾ പറയുമ്പോഴേക്ക് നമുക്കത് വേദനയാണ്. നമ്മൾ തന്നെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യൽ തുടങ്ങും. അപ്പോൾ അവർക്കത് ഇങ്ങനെ വ്യൂവേഴ്സ് കൂടും. അപ്പോൾ കുറച്ച് പൈസ വരും അക്കൗണ്ടിൽ. ഇതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിക്കുകയും ഹബീബിൻ്റെ ജീവിതം പഠിക്കുകയും ചെയ്ത ഒരാളും ആ പുണ്യ ഹബീബിൻ്റെ ചാരത്ത് നിന്ന് തിരിച്ചു പോകൂല. അവിടത്തേക്ക് തിരിച്ചു വരും. അവിടുന്ന് ചെയ്തത് മുഴുവൻ ന്യായമാണ്. അവിടുന്ന് ചെയ്തത് മുഴുവൻ നീതി മാത്രമല്ല, ഫضലാണ്, ഔദാര്യമാണ്. അവിടുത്തെ കാഴ്ചപ്പാടുകളിൽ ഒന്നിനു പോലും ഒരു പിഴവ് അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറയാനില്ല. പിന്നെ പഠിക്കാതെ ആരൊക്കെയോ പറഞ്ഞു വിട്ട ജൽപ്പനങ്ങൾ, അതിൻ്റെ ഒതന്റിസിറ്റി പോലും നോക്കാതെ ഇങ്ങനെ മൈക്കും വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കി വിടുമ്പോൾ എത്ര മറുപടിയാണ് നമ്മൾ പറയാ? എന്തിനാ മറുപടി പറയേണ്ടത്? ജൽപ്പനങ്ങൾ പറയാം. ഒരു ചങ്ങാതി പറഞ്ഞ കേട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഉമ്മയും തങ്ങൾ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് വലദതുഹു മഖ്തൂനൻ വമഖ്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. പുണ്യ നബി തങ്ങൾ ചേലാക്രമം ചെയ്യപ്പെട്ട രീതിയിലാണ് തങ്ങളുടെ ജനനമുണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡോക്ടറോ വൈദ്യരോ പോയി ചെയ്തതല്ല, അത് തങ്ങളുടെ ജന്മം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മലയാളി യുക്തിവാദി എന്താ പറയണത്, അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻസെസ്റ്റ് മാരേജാണ്. എങ്ങനെ ഉണ്ടാവും? ഇൻസെസ്റ്റ് എന്താ പറയുക? ചോരബന്ധമുള്ള ആളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി ഈ പേര് പറയാം. അങ്ങനെയുള്ള ഒരു വിവാഹമാണെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കാണാറുണ്ടോല്ലോ? അസ്തഗ്ഫിറുല്ലാഹ്, എന്ത് പൊട്ടത്തരായി പറയണത്. ആമിന ബീവിയും
അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും ചോരബന്ധമുള്ള ആൾക്കാരല്ലല്ലോ, രണ്ട് കുടുംബമല്ലേ. അതുപോലും പഠിക്കാതെ ആ ഒരു മഹാത്ഭുതം അത് ഇങ്ങനെ സംഭവിച്ചതാകും എന്നല്ലാതെ അതൊന്നും വലിയ സംഭവമൊന്നും അല്ല. അത് ഇങ്ങനെ പിന്നെ അടുത്ത ബന്ധങ്ങളിൽ വിവാഹ ബന്ധങ്ങൾ നടക്കുമ്പോൾ, ചോരബന്ധങ്ങളിൽ വിവാഹം നടക്കുമ്പോൾ കുട്ടികളുടെ ലിംഗത്തിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തോ ഒരു തലയും വാലും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തെ പുകമറയിടുക. എന്നിട്ട് പറയുന്നതോ അത് ഇൻസെസ്റ്റ് മാരേജ് ആയിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പുണ്യനിബിതങ്ങളുടെ ഉമ്മയും ഉപ്പയും 2 തറവാട്ടിലാണ് വന്നത്. ആ ചരിത്രം പഠിച്ചാൽ പോരെ. ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ എളാപ്പ മുത്താപ്പ മക്കൾ പോലും അല്ല. ഇങ്ങനെയൊക്കെ ജൽപ്പനങ്ങൾ പറയും. ഇതിനൊക്കെ എന്താ മറുപടി പറയാ? ഇതിനൊക്കെ സമയം കളയാൻ പറ്റുമോ? വിവരമില്ലാത്ത നമ്മൾ മനസ്സിലാക്കിയ വിവരമില്ലായ്മയാണ് ഈ വിളിച്ചു പറയുന്നത്. അന്ധമായ വിരോധമാണ് ഈ വിളിച്ചു പറയുന്നത്. നന്മയും വെളിച്ചവും കാണാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ആളുകളുടെ ജൽപ്പനങ്ങളാണ്. അത് ആ വഴിക്ക് ഇവിടെ ഇഗ്നോർ ചെയ്യുക. എന്തിനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്? അത്രയും ബേസ്ലെസ് ആർഗ്യുമെന്റ്സ്. ഇതിനൊന്നും മറുപടി ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തൊക്കെ മറുപടി പറഞ്ഞ് എത്രയോ കാലം മറുപടി പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. പക്ഷെ അവരിപ്പോ കണ്ടിട്ടുണ്ടാവുള്ളൂ സംഭവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈ ലോകത്തിന് നൽകിയ അർ-റഹ്മത്തുൽ മുഹ്ദ, പുണ്യനിബിധങ്ങൾ ഈ ഉമ്മത്തിന്, ഈ ലോകത്തിന് നൽകിയ അള്ളാഹുവിന്റെ വരദാനമാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതന്നെ അള്ളാഹുവിന്റെ വരദാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇറക്കപ്പെട്ട റഹ്മത്താണ്, ഹദിയ നൽകപ്പെട്ട റഹ്മത്ത്, അർ-റഹ്മത്തുൽ മുഹ്ദ. ഹബീബിനെ കുറിച്ച് അങ്ങനെയാ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ജീവിതത്തെ ഒന്ന് തോണ്ടി നോക്കാൻ പോലും ഒരു ചരിത്രപരമായ അവകാശവുമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക്, ഹബീബേ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു. നബിയേ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു. വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ. നോക്കണം, ഹബീബിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഹബീബിന് വേദനയുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമാണ്. ഹബീബായ തങ്ങളെ മനുഷ്യരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ജിന്നോ മലക്കോ അല്ല. അതുകൊണ്ട് തങ്ങളുടെ മനസ്സിന് വേദനയുണ്ട്. പക്ഷെ ഖുർആൻ പറയാൻ വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ, പടച്ചവനില്ല എന്ന് പറഞ്ഞ് ദൈവനിഷേധങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും ആശയങ്ങളും കാണുമ്പോൾ കേൾക്കുമ്പോൾ നബിയേ അങ്ങയുടെ മനസ്സിന് വേദന തോന്നരുത്. നമുക്ക് അങ്ങനെ തോന്നും. ചില ആളുകൾ, നിസ്കരിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ ദീനിൽ വിശ്വാസമുണ്ടായിരുന്ന ആൾ എന്തേ ഇങ്ങനെ ചെയ്യുന്നത്, എന്തേ ഇവരെങ്ങനെ ആയിപ്പോയത്? വിഷമിക്കേണ്ട. നല്ല നിലക്ക് ജീവിച്ചിരുന്ന നല്ലൊരു കുടുംബത്തെ ജനിച്ച ആളല്ലേ. ഇപ്പൊ നബി തങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് വേദനയുള്ള വിഷയമാണ്. പക്ഷേ വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ. ദൈവനിഷേധത്തിലേക്ക്, പടച്ചവനില്ല എന്ന ആശയത്തിലേക്ക് യുസാരിഊൻ, സാറാ എന്നൊക്കെ പറഞ്ഞ എന്താ? ഓടിപ്പോവുക എന്നാണ്. കാലെടുത്ത് വെച്ച് നടന്നു പോവുക എന്നല്ല, ഓടിപ്പോവാൻ. ദൈവനിഷേധത്തിലേക്ക് ഓടിപ്പോവുക. ചാനലിൽ നിന്ന് ചാനലിലേക്ക്, അക്കൗണ്ടുകളിൽ നിന്ന് അക്കൗണ്ടിലേക്ക്, ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക്. വളരെ പെട്ടെന്നുള്ള ഓട്ടമാണിത്. യുസാരിഊൻ, അവർ പെട്ടെന്നാണ് പിന്നെ അവരുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് അവര് ദൈവനിഷേധം പറയാൻ തുടങ്ങുന്നത്. പെട്ടെന്നാണ് കുടുംബത്തെ, ജ്യേഷ്ഠാനുജന്മാരെ, പെങ്ങന്മാരെ ഒക്കെ വസ്വാസിലാക്കുന്നത്. നബിയെ അതൊന്നും കണ്ടങ്ങ് സങ്കടപ്പെടരുത് കേട്ടോ. അല്ലാഹു പറയാം, അങ്ങ് സങ്കടപ്പെടരുത്. വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ. അവർക്ക് ജീവൻ കൊടുത്ത പടച്ച തമ്പുരാനെ ഒട്ടും നോവിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല നബിയെ. അവർ സ്വന്തത്തെയാണ് നോവിക്കുന്നത്, അവർ സ്വന്തത്തെയാണ് പരാജയപ്പെടുത്തുന്നത്. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറതി വലഹും അദാബുൻ അദീം. അവർ പറയുന്ന വാക്കുകൾക്കും അവരുടെ പോസ്റ്റുകൾക്കും അള്ളാഹു വേദനാജനകമായ ശിക്ഷ കൊടുക്കുന്നുണ്ട് നബിയെ. അങ്ങ് ഒരിക്കലും അതിനെ സംബന്ധിച്ച് വേദനിക്കരുത്. അള്ളാഹു പരലോകത്ത് ഒരു സൗഭാഗ്യവും ഇല്ലാത്തവരായി റബ്ബവരെ മാറ്റുകയാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂൻ. സൂറത്തുൽ അൻആം. ഹബീബിന്റെ മനസ്സിനെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് ഇവിടെ. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂൻ. അവര് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് വേദനയുണ്ട് എന്ന് നമുക്കറിയാം നബിയേ. അവര് പറയുന്നത് നല്ല ബുദ്ധിയും
വിവേകവും ഇൽമും അറിവും. 40 വയസ്സുവരെ തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്ന് അവർക്കറിയുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നെങ്കിലും വരുന്നല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, അവിടുന്ന് വന്നാണ്, ആ ദ്വീപിൽ നിന്ന് വന്നതാ, ഇവിടുന്ന് വന്നതാ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞോളുന്നില്ല. അവിടെ നല്ല ആളായിരിക്കും, അല്ലായിരിക്കാം, നമുക്കറിയില്ല. എവിടുന്നോ വന്ന് കുടിയേറി പാർത്തു, എന്തിനവർ വന്നു നമുക്കറിയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ തങ്ങളുടേത് അങ്ങനെയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഇടയിൽ ജീവിച്ചവരാ നബി തങ്ങൾ സ്വല്ലല്ലാഹു. 40 കൊല്ലം വരെ ഒരു തമാശയിൽ പോലും നുണ പറയാത്ത ഒരാൾ 40 കഴിഞ്ഞിട്ട് അള്ളാന്റെ പേരിൽ നുണ പറയുമോ? അതും നിങ്ങൾ എനിക്ക് 5 പൈസ തരരുത് എന്ന് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ ദഅവത്ത് ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്, ഞാൻ ചെയ്യുന്നതിന് പ്രതിഫലം എനിക്ക് അള്ളാഹു തരും, നിങ്ങൾ ആരും എനിക്ക് ഒരു ചുക്കും തരണ്ട. അങ്ങനെ ഒരു അധ്യാപനം നടത്തുന്ന ഒരാൾ അള്ളാഹിനെ വെച്ച് നുണ പറയാൻ വല്ല സാധ്യതയുണ്ടോ? പിന്നെ സാധ്യതയുള്ളത് എന്തിനാ? അള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും ചില്ലിക്കാശ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. തങ്ങൾ സമ്പാദിച്ചിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഫക്കീറായിട്ടല്ലേ ജീവിച്ചത്, മിസ്കീനായിട്ടല്ലേ തങ്ങൾ വഫാത്തായത്. അങ്ങനെ പിന്നെ എന്തിന് തങ്ങൾ നുണ പറയണം? ഇത്രയും കാലം നുണ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. അതല്ലേ ഹബീബിന്റെ ശത്രുക്കൾക്ക് പോലും അത് പറയാൻ കഴിയില്ല. ചരിത്രം മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എഴുതി വെച്ച ചരിത്രമുണ്ട് ഹബീബിൻ്റെത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല ഒരു ഈവൻ എ സിംഗിൾ ഇൻസ്റ്റൻസ് ടു പ്രൂവ് ഹി ലൈഡ് ഇൻ ഹിസ് ലൈഫ്. ഇല്ല. പിന്നെ എങ്ങനെ തങ്ങൾ നുണ പറയും? എന്തിന് തങ്ങളെ തെറ്റിദ്ധരിക്കണം? ഞാൻ അതാ ചോദിക്കുന്നത്. ഒരുപാട് മതത്തിന്റെ പേരിൽ എഴുന്നള്ളുന്ന ആൾ ദൈവങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കോടീശ്വരന്മാരും ലക്ഷറിയും ആർഭാടവും മാത്രം പിന്നിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ എത്രയോ ഉണ്ട്, ഇല്ലേ? ഹബീബായ തങ്ങൾക്ക് അങ്ങനെ വല്ല ലക്ഷ്യമുണ്ടായിരുന്നു? തങ്ങൾ എന്തിന് വഫാത്താകുന്ന സമയത്ത് വീട്ടിലൊരു മണ്ണിന്റെ കോപ്പയും ഒരു തോലിന്റെ വിരിപ്പുമല്ലാതെ ആ വീട്ടിലൊന്നുമില്ല. തങ്ങളുടെ വാള് പോലും ഒരു ജൂതന്റെ കയ്യിലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് തങ്ങൾ ഈ ത്യാഗം ചെയ്തു? എന്തിന് ബദറും ഉഹദും ഖന്തഖും ഹുനൈനും നുണ പറയാനോ? ആർക്ക് വേണ്ടി? ജനങ്ങളോട് വല്ലതും വാങ്ങിച്ചോ തങ്ങള്? സകാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അള്ളാഹു ചെയ്തൊരു ഹിക്മത്ത് നോക്കണം. സകാത്ത് അഹ്ലുബൈത്തിനോ പ്രവാചകർക്കോ അവിടുത്തെ അഹ്ലുബൈത്തിനോ സകാത്ത് വാങ്ങിക്കാൻ പാടില്ല എന്ന്. അവർ മിസ്കീന്മാരാണെങ്കിൽ പോലും അതെങ്ങാനും നബിതങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് നിയമമെങ്കിൽ, സപ്പോസ് ശത്രുക്കൾക്ക് പറയായിരുന്നു തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ സക്കാത്തിന്റെ ഇബാദത്ത്. പക്ഷെ തങ്ങൾ സക്കാത്ത് അഹ്ലുബൈത്തിന് പറ്റൂല, എനിക്കും എൻ്റെ അഹ്ലിലും അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വല്ലവരും തങ്ങൾ അങ്ങനെയല്ലേ പറയാ? മഅദല്ലാഹ്. എന്നിട്ട് എന്തിന് തങ്ങളെ തെറ്റിദ്ധരിക്കണം? ഇതൊക്കെ പറഞ്ഞു തന്നതോ ലോകത്ത് ഏറ്റവും മനോഹരമായ ചിന്തകൾ, ഹിക്മത്തുകൾ, വേർഡ്സ് ഓഫ് വിസ്ഡം, ജീവിതത്തിന്റെ ലക്ഷ്യം, ഏറ്റവും മനോഹരമായ ജീവിത വഴികൾ, തങ്ങളുടെ ചിന്തകൾ, തങ്ങൾ നമുക്ക് കൈമാറിയ ആശയങ്ങൾ എത്ര മനോഹരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അവര് പറയുന്ന വാക്കുകൾ കാരണം അങ്ങ് സങ്കടപ്പെടരുതേ നബിയെ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് ഹബീബിനെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹബീബിനെ ആശ്വസിപ്പിക്കുക. സൂറത്ത് യാസീൻ അല്ലേ? ഫലാ യഹ്സുൻക ഖൗലുഹും, അവര് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടങ്ങ് സങ്കടപ്പെടരുത് നബിയേ. അവിടെ വഖഫ് ചെയ്യാം. ഇന്നാ നഅലം, നമുക്കറിയാം, മാ യുസിറൂൻ, അവരെന്താണ് അടക്കം പറയുന്നത്, മെല്ലെ പറയുന്നത്, അവരുടെ മാത്രം സർക്കിളിൽ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിക്കുന്നത്, വമാ യുഅ്ലിനൂൻ, പുറം ലോകം അറിയാൻ വേണ്ടി പറയുന്നതും, ഇതൊക്കെ നമുക്കറിയാം നബിയെ. ഇത് ഖുർആൻ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അന്ന് നടന്നൊരു സംഭവം ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന ആയത്തായി അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ഇങ്ങനെ പുണ്യനബി തങ്ങളുടെ മേക്കിട്ട് കയറുന്ന ആൾക്കാർ രഹസ്യവും പരസ്യവുമായി ഈ പണി ചെയ്യുന്നവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. അതിന് മുസ്ലിമീങ്ങൾ വേദനിക്കരുത്. അള്ളാഹുവിന്റെ ആജ്ഞയാണത്. അള്ളാഹു സമാധാനിപ്പിക്കേണ്ടത്. തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന്റെ ദഅവത്തും ഉമ്മത്തിന്റെ നവോത്ഥാനവും ഏറ്റെടുക്കുന്ന പണ്ഡിതന്മാർ, അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. പക്ഷേ അതിൽ ടെൻഷൻ അടിക്കരുത്. ഫലാ യഹ്സുൻകല്ലദീന യഖൂലൂൻ فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون قد نعلم إنه ليحزنك الذي يقولون
അവര് പറയുന്നത് കാരണം അങ്ങയുടെ മനസ്സിന് വേദനയുണ്ട് എന്ന് നബിയെ നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അങ്ങയെ മാത്രമല്ല അവർ കളവാക്കുന്നത്, വലാകിന്നൽ-ളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ കളിയാക്കുന്നത്, അവർ പരിഹസിക്കുന്നത്, അവർ നിഷേധിക്കുന്നത്. അല്ലാഹ് പടച്ച ഈ ശരീരം പോലും വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നവരല്ലയോ അങ്ങ് റസൂലല്ല എന്ന് പറയുന്നത്? അവരുടെ ശരീരം പോലും എത്ര വലിയ ദൃഷ്ടാന്തമാണ്. ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയാ, പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്നങ്ങ് പറയാ, സൂര്യചന്ദ്ര ഗോളാദികൾ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് പറയാ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. കഅബക്ക് ചുറ്റും നമ്മൾ കറങ്ങുന്ന പോലെ ഇടത്തു നിന്ന് വലത്തോട്ട് ഈ സർക്കിളിങ് ഒരു 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 നക്ഷത്രവും അടുത്ത നക്ഷത്രത്തിന്റെ ട്രാക്കിലേക്ക് പോയി കുത്തുന്നില്ല. നമുക്ക് നമ്മുടെ റോഡുകൾ എത്ര റഡാർ വെച്ചിട്ടും ആക്സിഡന്റ് കുറക്കാൻ പറ്റുന്നില്ല. എത്രയെല്ലാം സംവിധാനങ്ങൾ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഉറങ്ങിപ്പോകുന്നു, അശ്രദ്ധയിലാകുന്നു, ഫോൺ നോക്കുന്നു, ഇടിക്കുന്നു, മുട്ടുന്നു. അള്ളാഹുവിന്റെ ഈ ലോകം കോടിക്കണക്കിനാണ്. നമ്മൾ അതിന് വിഷയം പറഞ്ഞിട്ടുണ്ട്. 4% നമ്മൾ കണ്ടിട്ട് തന്നെ ഉള്ളൂ, ബാക്കി 96 കാണാത്ത ലോകമാണ്, ബ്ലാക്ക് മാറ്ററുകളാണ്. എന്നിട്ട് പോലും ഒരു കൊളീഷൻ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അവര് നിഷേധിക്കുന്ന അങ്ങയെ മാത്രമല്ല നബി, അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ മൊത്തമാണ് അവർ നിഷേധിക്കുന്നത്. പടച്ചോനില്ല, ഇവിടെ നിയമമില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ സന്തോഷം ഇല്ലാണ്ടിരിക്കുക? തോന്നിയത് ചെയ്യാം. നാളെ മുതൽ മുതലാളി പറയാം, കമ്പനിക്ക് ഇനി നിങ്ങൾ തോന്നുമ്പോൾ വന്നാൽ മതി. ആരെങ്കിലും പോവോ കമ്പനിക്ക്? എത്ര നല്ല രസമുള്ള നിയമമാണത്. രാവിലെ പഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഐസ് ക്യാം വേണ്ട, തമ്പ് വേണ്ട, ഒപ്പിടണ്ട. നിങ്ങൾ തോന്നുമ്പോൾ വന്നോ, തോന്നുമ്പോൾ പോയിക്കോ. ഒരു നിയമം ഇവിടെ ഇല്ല. പണിയെടുക്കണോടത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ശമ്പളം തരും. ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേൾക്കാൻ രസമല്ലേ? ഇതന്നെയാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ പോകുന്നത്. എന്തേ? കള്ളു കുടിക്കണ്ടെന്നല്ലേ ഇസ്ലാം, നിങ്ങൾ കുടിച്ചോ എന്നല്ലേ ഇവർ പറയണത്. വ്യഭിചരിക്കരുത് ഇസ്ലാം പറയാം, അതൊക്കെ ചെയ്തോന്നാ അവർ പറയാ. എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്തോ? ഒരു നിയമം ഇവിടെ എല്ലാവർക്കും വെറുതെ പറയാണ്. സംഭവ രസമുള്ള പരിപാടിയാണത്. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ് അവർ തിരിച്ചറിയുക എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അങ്ങയെ മാത്രമല്ല അവരെ നിഷേധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മൊത്തമാണ് ഇവരെ നിഷേധിക്കുന്നത്. വലാകിൻ فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളുടെ ഏറ്റവും വലിയ ഒരു ഭാഗം വമാ കാന ലക്കും അൻ തുഉദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളാരും വേദനിപ്പിക്കരുത്. സൂറത്തുൽ അഹ്സാബ്. വമാ കാന ലക്കും അൻ തുഉദു റസൂലല്ലാഹ്, എന്റെ റസൂലിന് വേദനയുണ്ടാക്കുന്നതൊന്നും നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, പുണ്യനബിയുടെ ഉമ്മയും വാപ്പയും നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് ഹബീബിന് ഇഷ്ടമാകുമോ? അത് ഇഷ്ടമാകുമോ? എന്തൊക്കെ തെളിവുകൾ വെച്ച് പറയുകയാണെങ്കിൽ പോലും ആ തെളിവുകൾക്ക് സത്യസന്ധരും അഗാധമായ ജ്ഞാനമുള്ള ആലിമീങ്ങളും സൂക്ഷ്മതയോടുകൂടെ കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്. അവര് നാജിയാൻ, അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നവരാണ് എന്നാണ് ഇതിനർത്ഥം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ് എന്നാണ് ഇതിനർത്ഥം. അവർ ഫതറത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയവരാണ്. ഒരു നബി പോലും വന്നിട്ടില്ലാത്ത കാലക്കാർ. ഫതറത്തിന്റെ കാലം ഈസാ നബിയുടെയും നമ്മുടെ ഹബീബിന്റെയും ഇടയിൽ വന്ന 500-ലേറെ കൊല്ലങ്ങളുടെ ആ ഒരു ഗ്യാപ്പിൽ ജീവിച്ചു പോയ ആളുകൾ അവർ സ്വർഗത്തിലാണ്. ബി ഇജ്മാഇൽ ഉലമ, ഉലമാഇന്റെ ഇജ്മാഅാണ്. കാരണം അവർ ദഅവത്ത് കിട്ടാത്ത ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഹബീബിന്റെ ഉമ്മയും ഉപ്പയെ കുറിച്ചൊക്കെ കൂളാട്ടി എഴുതി വിടല്ലേ? അവർ നരകത്തിലാണ്. അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം. ഇത് ഹബീബിനെ വേദനിക്കുന്ന കാര്യമല്ലേ? തങ്ങളതറിഞ്ഞാൽ തങ്ങൾക്ക് വേദന ഉണ്ടാവോ? സ്വന്തം ഉമ്മിപ്പി നരകത്തിലാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവോ? ഇങ്ങനെ ലോകത്തിന്റെ നൂറായി വരുന്ന ഇത്രയും വലിയൊരു മഹാത്മാവായ പുണ്യ നബിയുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒരു അനൗചിത്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഹബീബിന്റെ മഹത്വം ഇതാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പച്ചയിൽ എഴുതി വിടുക. ആ ഹദീസിന് ആഹാദുകളായ ഹദീസുകളുടെ നിയമം എന്താണ്? അതിനെ സംബന്ധിച്ച് മസ്അലകൾ എന്താണ് നമ്മൾ പറയേണ്ടത്? അത് നിരുപാധികം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇത് സംബന്ധമായിട്ടുള്ള ഒരറിവും ഹദീസിനെ സംബന്ധിച്ച് കേൾക്കാതെ ആ പരിഭാഷ കണ്ട് വായിച്ചിട്ടാണ് പറയാം. ഭയങ്കര ഗുരുതരമായ തെറ്റ, അദബ് കേടാണത്. അദബ് കേടാന്നാ പറയാ. വമാ കാന ലക്കും അൻ തുഉദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളാരും വേദനിപ്പിക്കരുതേ. ഹബീബിനെ വേദന ഉണ്ടാക്കുന്ന വാക്കല്ലേ അത്?
മിണ്ടാതിരിക്കുക, അറിയില്ലേ മിണ്ടാതിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? തങ്ങളുടെ ഉമ്മയും ഇപ്പം നരകത്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇമാം സുയൂത്തി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് എഴുതിയ റിസാലയുണ്ട്. അത് ആ വിഷയം മാത്രം രേഖപ്പെടുത്തി മഹാനവറുകൾ എഴുതി വെച്ചത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചത്. നമ്മുടെ പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയ വിഷയമാണത്. ഒരു ഹദീത്ത് വെച്ചിട്ടോ ഒരു ആയത്ത് വെച്ചിട്ടോ ഒരു നിയമം നടപ്പാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു നിയമം അങ്ങോട്ട് പറയാൻ പാടില്ലെന്നാണ്. അതിന് സൂക്ഷ്മത വേണം, അദബ് പാലിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് വേദനയുണ്ടാക്കുന്നത് നിങ്ങളാരും ചെയ്യാൻ പാടുള്ളതല്ല. സൂറത്തുൽ അഹ്സാബ്. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീനാ. മഹാനായ അല്ലാമ ഇബ്നുൽ അറബിയോട് ഹബീബായ നബി തങ്ങളുടെ വാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് പറയുന്നവരുടെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോ മൽഊനൂൻ, അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാമ ഇബ്നുൽ അറബി തങ്ങൾ മറുപടി കൊടുത്തു. ഈ ആയത്താണ് അതിന് തെളിവ് പറഞ്ഞത്. അവര് ശപിക്കപ്പെട്ടവരാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ഉണ്ടാവും. നാട്ടിൽ വിവരം ഉള്ളത് ശ്രദ്ധിക്കാൻ പോലും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അവരുദ്ദേശിച്ചത് മറുപടി കിട്ടണം. അപ്പം അതിന് കട്ടും പേസ്റ്റും ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി വീഡിയോ ഇട്ട് വിടുക. എന്താണ് ആ പറഞ്ഞ കാര്യം, എന്താണ് ആ പറയാൻ പോകുന്നത്, ഇതുപോലും ശ്രദ്ധിക്കാതെ വീഡിയോ ഉണ്ടാക്കിയിട്ട് വൈറലാക്കുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ. വല്ലാത്ത അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദോ കാര്യങ്ങളോ സ്വഹാബികളോ ഇവരാരും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമല്ല. കാരണം ദീനിൽ ബിദ്അത്തും ഹസനത്തും സയ്യിഅത്തും രണ്ടുമുണ്ട് എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെയും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെയും ഖൗലുദ്ധരിച്ചുകൊണ്ട് അന്നില്ലാത്തത് മുഴുവൻ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും അതിനർത്ഥമില്ല എന്ന് പറയാൻ പോയ വിഷയം അവിടെ നിന്ന് കട്ട് ചെയ്തു. അത് ചെയ്തിട്ടില്ല, അത് സത്യം. ആ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യത മൂല്യർ പറയുന്നു. എന്ത് ഫിത്തിനക്കാര് റബ്ബേ, എന്ത് ഫിത്തിനായി പറയുന്നത്. ഒരു കാര്യം പറയുന്നത്, നമ്മൾ പറയുന്ന ആശയം മുഴുവൻ കേൾക്കാൻ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഴുവൻ പറഞ്ഞു കേൾക്കാൻ നമുക്കൊരു അവകാശമല്ലേ. നമ്മൾ പറഞ്ഞ ആശയം അതല്ലല്ലോ. തങ്ങൾ സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ ചെയ്യണ്ടെന്നാണ് അവർ പറയാൻ പോകുന്നത്. ഞങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത എത്രയോ കാര്യം മുസ്ലിം ഉമ്മത്ത് ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം അത്ര വിശാലമാണ്. ഇത് സങ്കുചിതമാക്കി ഇടുക്കി കൊണ്ടുവന്ന് വേണ്ട 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 എന്ന് പറഞ്ഞ് ഇല്ലായ്മ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് എത്രയോ മുഅ്മിനീങ്ങളുടെ ഇബാദത്തുകളും ഈമാനും എത്രയോ ആളുകൾക്ക് പ്രയാസമായിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് വസ്വാസിലാക്കി മുഅ്മിനീങ്ങൾ അകപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാതെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിലെങ്കിലും ആ ഒരു നീതി പാലിക്കുക, പറയണത് കേൾക്കുക, എന്താണ് ആ വിഷയം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ എന്താ ഉണ്ടായിക്കോ. വമാ കാന ലക്കും അൻ തുഉദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് വേദന ഉണ്ടാക്കുന്നത് ചെയ്യരുത്. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, ഹബീബായ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ മൽഊനൂൻ, ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാമ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞിട്ട് ഈ ആയത്താണ് ഓതുന്നത് സൂറത്തുൽ അഹ്സാബിലെ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിഷമിപ്പിക്കുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ, നിന്ദ്യമായ ശിക്ഷ അല്ലാഹു അവർക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഓതിയിട്ട് മഹാൻ പറഞ്ഞു, പുണ്യനബി തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് ഹബീബിനെ വേദനിപ്പിക്കലല്ലയോ? ഹബീബിനെ വേദനിപ്പിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഅനത്തല്ലയോ? അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക, അത്രേ പറയാനുള്ളൂ. നമ്മൾ അവര് നരകത്തിലേക്ക് പോകുന്നവരാണെന്ന് പറയല്ല, തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിക്കുക, തെറ്റുകൾ തിരുത്തുക, ആശയങ്ങൾ തിരുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാനുണ്ടാകും. മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക, അതിനൊന്നും കുഴപ്പമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി, ഹബീബായ നബി തങ്ങളുടെ വിവാഹം നടന്ന ദിവസം പുണ്യനബി തങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഒരുക്കി വെച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് സൊറ പറഞ്ഞിരുന്നു നബി തങ്ങളുടെ വീട്ടില്. അതിനെ സംബന്ധിച്ച് ആയത്തിറങ്ങി. എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാന്യമായ സ്വഭാവം കാരണം നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകുമോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടു കൂടെ ഇരിക്കണം, ഇതെന്റെ പ്രൈവറ്റ് സമയമാണ്, എൻ്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കേണ്ട സമയമാണ്, നിങ്ങളോട് ഇത്രയും നേരം സ്വറ പറഞ്ഞിരുന്നാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ കാണാൻ കഴിയില്ല എന്ന് നബി തങ്ങൾക്ക് പറയാൻ മടിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം ഗൈറ നാദിരീന ഇനാഹ്. ഹബീബായ നബി തങ്ങൾ നിങ്ങളെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചാലല്ലാതെ ഹബീബിന്റെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലരുത്. അവിടെ ഇങ്ങനെ കാത്തിരിക്കരുത്. ഹബീബ് വിളിച്ചെങ്കിലേ ചെല്ലാൻ പാടുള്ളൂ. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങൾക്ക് ക്ഷണം കിട്ടിയാൽ ആ വീട്ടിലേക്ക് കടന്നോളൂ. ഫഇദാ തുഇംതും ഫന്തശിറൂ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസ്, അവിടെ ദീർഘനേരം സ്വറ പറഞ്ഞിരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന് അത് വേദനിക്കുന്നുണ്ട്. ഫയസ്തഹീ മിൻകും, നിങ്ങളോടത് പറയാൻ നബിക്ക് നാണമുണ്ട്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അള്ളാഹുവിന് സത്യം പറയാൻ നാണമില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയത്. ഹബീബിന്റെ മനസ്സിന് വിഷമുള്ള കാര്യം സ്വഹാബത്തെ നിങ്ങൾ ചെയ്യരുത്. അന്ന് നടന്നൊരു കാര്യമാണത്. പക്ഷെ ഇന്നും ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതുകയാണ്. അള്ളാഹു ഹബീബിനെ കണ്ട രീതി ഇങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മനസ്സ് കല്യാണം കഴിഞ്ഞന്ന് ഹബീബായ തങ്ങൾ ഇവിടുത്തെ കുടുംബത്തോടുകൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് സ്വറ തീരണ്ടേ. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, ഒരു നോൺ സ്റ്റോപ്പ് വർത്താനം ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യം മനസ്സിലാക്കണം എന്നാണ്. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, ആ വീട്ടുകാര് പിന്നെ അവരുടെ ചുറ്റുപാട് എന്താണ്, അവനവന്റെ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് പോരണം. എന്ത് ചെയ്യരുത്? പുണ്യ നബി തങ്ങളെ വിഷമിപ്പിക്കരുത്. ഹബീബായ നബി തങ്ങൾക്കത് പറയാൻ മടിയുണ്ട്, അള്ളാഹ്ക്കത് പറയാൻ മടിയില്ല. എന്തൊരു മനോഹരമായ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലാണ് അതൊക്കെ വരുന്നത്. യാ അല്ലാഹ്, പുണ്യ നബിയെ ഇങ്ങനെയാണ് അള്ളാഹു കണ്ടത്. ലാ തജഅലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം പേര് വെച്ച് വിളിക്കുന്ന പോലെ അള്ളാഹുവിന്റെ റസൂലിനെ പേര് വെച്ച് വിളിക്കരുതേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായവരെ എന്ന് പറയും. എന്നിട്ടേ പറയുള്ളൂ എൻ്റെ ഉപ്പാന്ന്. ആയിഷ ബീവിന്റെ ഭർത്താവേ യാ സൗജി എന്നല്ല പറയാ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരായവരെ. അവിടുത്തെ സുഹൃത്തുക്കളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂടെ കഴിഞ്ഞ ഒപ്പം പഠിച്ചവരെന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ ഒരു എടാപോടാ ബന്ധമൊക്കെ ഉണ്ടാവൂലേ. പക്ഷേ തങ്ങളോട് സിദ്ദീഖ് തങ്ങളെങ്ങനെ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഉമർ തങ്ങളെങ്ങനെ വിളിക്കുക? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായവരെ. തങ്ങളെക്കാളും പ്രായം കൂടിയ ആളുകളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, യാ റസൂലല്ലാഹ്. തങ്ങളുടെ എളാപ്പയാണ് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് എന്ന എളാപ്പ സ്വന്തം ജ്യേഷ്ഠന്റെ മോൻ എന്താ വിളിക്കാന്നറിയോ? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ. ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു മഹത്വം കൽബുകളിലേക്ക് ഇറങ്ങാൻ മാത്രം വലിയൊരു വ്യക്തിത്വമായിരുന്നു അഷ്റഫ് ഖൽഖ് തങ്ങൾ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചു. പക്ഷെ നുബുവത്തങ്ങ് കഴിഞ്ഞപ്പോ ആ സാധാരണത്വമല്ല നബിയിൽ പിന്നെ അവർ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുഴുവൻ യാ റസൂലല്ലാഹ് എന്ന വിളിയാണ്. യാ റസൂലല്ലാഹ്. തങ്ങളെക്കാൾ പ്രായം കൂടിയവരവിടെ ഉണ്ട്, പ്രായം കുറഞ്ഞവരവിടെ ഉണ്ട്. സ്വന്തം എളാപ്പ അബ്ബാസ് എന്നവരോട് ചോദിച്ചില്ല, നിങ്ങളാണോ നബി തങ്ങളാണോ മൂത്തത്? അബ്ബാസ് എന്ന് കൊടുത്ത മറുപടി ഓർമ്മല്ലേ? ഹു അക്ബറു മിന്നി, എന്നെക്കാളും മൂത്തത് നബി തങ്ങളാണ്. വലാകിന്നി ഉലിത്തു ഖബ്ല, പക്ഷെ ഓരോ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട് കേട്ടോ. ആരാ വലുത് എന്നാ ചോദിച്ചത്? വലുത് നബി തങ്ങൾ തന്നെയാണ്, പക്ഷേ കുറച്ച് ഞാൻ നേരത്തെ ജനിച്ചിട്ടുണ്ട്. വലാകിന്നി ഉലിത്തു ഖബ്ല, അവരുടെ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്, പക്ഷെ വലുത് നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു. എളാപ്പ പറയാ ജ്യേഷ്ഠന്റെ മോനെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഹുമാനം കിട്ടുമാർ ഹബീബിന്റെ വ്യക്തിത്വം അവിടെ വ്യക്തമായിട്ടുണ്ട്. ഇതൊരു ചരിത്രമല്ലേ? 1,24,000 ആളുകൾ ആ ഹബീബിന്റെ മുമ്പിൽ വന്ന് കരയാണ്. അവിടുത്തെ വിയോഗം, അവിടുന്ന് ലോകത്തോട് യാത്ര പറയാണെന്ന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവർ പൊട്ടിത്തകരാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം അംഗീകരിക്കപ്പെടാൻ മാത്രം അള്ളാഹു ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വം ഒരു സാധാരണ വ്യക്തിത്വമല്ല എന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ലോകത്ത് എത്ര നേതാക്കന്മാർ വന്നിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക നേതാക്കന്മാർ. അവർ ചീത്ത പറയാറില്ല അനുയായികൾ എത്രയും സപ്പോർട്ട് ചെയ്യുന്ന അനുയായികൾ തിരിച്ചു ഇപ്പോൾ മാറിക്കുത്താറില്ലേ? അത്രയൊക്കെ ലോകത്ത് വിധേയത്വം ആളുകൾ കാണിക്കാറുള്ളൂ. പക്ഷേ ഈ ഹബീബിനോട് കാണിച്ച വിധേയത്വം അങ്ങനെയല്ല. അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ആ രാജാക്കന്മാരുടെ അനുയായികളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ പുണ്യ നിബിതങ്ങളെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ ഒരാളെ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഒരുപാട് യാത്രകൾ ചെയ്ത മക്കയുടെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സ്നേഹം കണ്ടിട്ടില്ല.
ലാ തജ്അലൂ ദുആഅ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്ന പോലെ എൻ്റെ റസൂലിനെ പേര് വിളിക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത്. യാ മുഹമ്മദു എന്ന് ഖുർആൻ വിളിച്ചില്ല. അതാ അത്ഭുതം. യാ മുഹമ്മദു എന്ന് വിളിച്ചില്ല. ബാക്കി അമ്പിയാക്കന്മാരൊക്കെ പേര് വിളിച്ചു. ഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക്. ഈസ നബിയെ നിങ്ങളെ നാം ഉയർത്താൻ പോവുകയാണ്. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. നൂഹ് നബിയെ അവര് നിങ്ങളുടെ കുടുംബക്കാരനല്ല. കൻആൻ എന്ന മകനെ കുറിച്ച് ആദം നബിയെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോളൂ. ആദം നബിയെ ഖാല യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലൻ നാസി ബിരിസാലാതി വബികലാമി. മൂസ നബിയെ യാ മൂസ എന്ന് വിളിച്ചു. അതൊന്നും അമ്പിയാഇന്റെ സ്ഥാനം കുറക്കലല്ല എന്ന് മനസ്സിലാക്കണം. അമ്പിയാക്കന്മാരുടെ പേര് റബ്ബായ അല്ലാഹു നേരിട്ട് വിളിക്കുന്നത് തന്നെ ഒരു മഹത്വമല്ലയോ? അവരുടെ പേരെടുത്ത് വിളിക്കുന്നത് തന്നെ മഹത്വമല്ലേ? ഹബീബായ നബി തങ്ങളെ അതിലും ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രയോഗം. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ. യാ അയ്യുഹർ റസൂൽ, റസൂലായവരെ. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കാരണം. 4 തവണയേ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 സ്ഥലത്തും നബിതങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നതായിട്ടാണ് വന്നത് എന്നല്ലാതെ നബിതങ്ങളെ നേരെ പേര് വിളിച്ച് അള്ളാഹു അഭിസംബോധന ചെയ്തിട്ടുമില്ല. തങ്ങളെ പേര് വിളിച്ച് മറ്റമ്പിയാക്കന്മാരുടെ പേര് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈസ നബിയുടെ പേര് 20 തവണ വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം 183 തവണ എങ്ങാനും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 183 ടൈംസ് അത്രയും മൂസ നബിയുടെ പേര് വന്നിട്ടുണ്ട് ഖുർആനിൽ. പക്ഷേ ഹബീബിന്റെ പേര് എങ്ങനെയാ പറയാ? തങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങ് പറയുക. ഖുൽ, അതിനുള്ളിൽ നബിതങ്ങളുണ്ട്. യാ അയ്യുഹൻ നബി ഖുൽ, നബിയെ അങ്ങ് പറയുക. അതുകൊണ്ട് തങ്ങളുടെ പേരെന്തേ ഖുർആനിൽ ഇങ്ങനെ ഏതോ ഒരു വിവരമില്ലാത്തൊരു സാധു, ഞാൻ ഇസ്ലാമിൽ നിന്ന് പോയി ക്രിസ്തുമതത്തിലേക്കാണ് പോയത്, എന്തേ കാരണം പറഞ്ഞു. കാരണം ഈസ നബിന്റെ പേരല്ലേ 20. ആൾ ഖുർആൻ വായിച്ചിട്ട് ഓതിയിട്ടില്ല എന്ന് മനസ്സിലായി. ഖുർആനിൽ തങ്ങളോട് പറഞ്ഞ അഭിസംബോധനകൾ മനസ്സിലാക്കാതെ പേരിന്റെ എണ്ണ അപ്പുറത്തല്ലേ എന്ന് വെറുതെ കാശിന് വേണ്ടി പറയായിരിക്കും. അഭിസംബോധനത്തിലേ അങ്ങനെ ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ വെറുതെ തട്ടിവിടുക. ആ പേര് 4 തവണയുള്ളൂ മുഹമ്മദ് നബി തങ്ങളുടെ പേര് ഖുർആനിൽ. ഈസ നബിൻ്റെ അല്ലേ 20 തവണ. അപ്പം ഞാൻ അയക്ക് പോവാണ്. തങ്ങളോട് പറഞ്ഞ അഭിസംബോധനകളും തങ്ങളെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങളും തങ്ങളുടെ വിഷയങ്ങളും എത്രയാ ഖുർആൻ പറഞ്ഞു. ഇതൊന്നും ആ സാധു കണ്ടിട്ട് തന്നെയല്ല. അപ്പോൾ അതൊക്കെ വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. അള്ളാഹു ഇൽമു കൊടുക്കട്ടെ, അറിവ് കൊടുക്കട്ടെ. പുണ്യ നബി തങ്ങൾ അള്ളാഹു വിളിച്ചത് അങ്ങനെ. യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. റസൂലായവരെ, മുദ്ദസ്സിറായവരെ. അത്രയും അള്ളാഹുവിൻ്റെ ഹബീബിനെ റബ്ബ്. അത് മാത്രമല്ല ഖുർആനിൽ ആരുടെയും ആയുസ് വെച്ചുള്ള സത്യം ചെയ്തിട്ടില്ല. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അങ്ങനെയൊക്കെ വന്നു. മക്കയെ സത്യം, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, തീനിനെയും സൈത്തൂനിനെയും തന്നെയാണ് സത്യം, വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരാളുടെ ആയുസ്സിനെ വെച്ച് അള്ളാഹു സത്യം ചെയ്തത് അഷ്റഫ് ഖൽക്കിന്റെ ആയുസ് വെച്ച് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 63 വർഷം എന്ന ഹബീബിന്റെ ആയുസ് അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ഒരു വയസ്സാണ് എന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല ഹബീബിന്റെ ആ ഒരു പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിൽ തങ്ങളുടെ റൗളയിൽ പച്ചക്കുബ്ബയുടെ താഴെ അന്ത്യവിഷമം കൊള്ളുന്ന 3 മഹാന്മാരും 63 വഫാത്തായവരാണ്. റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും 3 പേരുടെയും വയസ്സ് 63 എത്ര വലിയ അത്ഭുതമാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം നബിയെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അവരൊരു തരത്തിൽ ഒരു മത്ത് പിടിച്ച അവസ്ഥയിലാണ് നബിയെ. അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം. സത്യം കാണാതെയാണ് അവരിങ്ങനെ ബോധോദയമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾ ബുദ്ധിയിൽ നിന്നുദിക്കുന്നതല്ല, അവരുടെ കാൽവെപ്പുകൾ ബുദ്ധിയിൽ നിന്നും അറിവിൽ നിന്നും വരുന്നതല്ല. ഏതോ ഒരു കള്ളുകുടിയന്മാരുടെ അവസ്ഥയിലാണ് അവർ മത്തുപിടിച്ചവരാണ് എന്ന ഖുർആന്റെ ഒരു പ്രയോഗം അവിടെയുണ്ട് സൂറത്തുൽ ഹിജ്റിൽ. ലഅംറുക്, അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം. യാ അല്ലാഹ്,
ഇത്രമേൽ അള്ളാഹു ആദരിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലേക്ക് കടന്നാൽ ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ഒരു ഹബീബിനെ സ്വീകരിക്കാനും അവിടുത്തെ അഹ്കാമുകളും അവിടുത്തെ സുന്നത്തുകളും അവിടുത്തെ ചര്യകളും എല്ലാം ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പിൻപറ്റി ജീവിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ തമ്പുരാനെ. പുണ്യ ഹബീബിനെ കാണണം. അള്ളാഹു അതിന് യഖ്ളത്തിലും മനാമിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യണം, അവിടുന്ന് പഠിപ്പിച്ച ഹജ്ജും ഉംറയും എല്ലാം ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം. ഇതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആളുകൾ അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഇബാദത്തുകളെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പോയി വന്നവർക്ക് അള്ളാഹു അത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹുക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.